മഹദിയെക്കാളും 15 വയസ്സ് താഴെയുള്ള അല്ലാഹുവിന്റെ റസൂലിന് എന്നെന്നും സംരക്ഷണമായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. ഇഖ്റഇന്റെ അനുഭവം ഉണ്ടാവുകയും പരിശുദ്ധമായ ഹിറാ ഗുഹയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താഴേക്ക് ഇറങ്ങി വരികയും സമ്മിലൂനി സമ്മിലൂനി, എന്നെ പുതപ്പിട്ട് മൂടേണമേ, എന്നെ പുതപ്പിട്ട് മൂടിത്തരണേ എന്ന് പനിവിറച്ച് വിറക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആശ്വാസത്തിന്റെ വചനങ്ങൾ പറഞ്ഞു കൊടുത്ത ഭാര്യയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ഭർത്താവിന് കടബാധ്യതകൾ വരുമ്പോ, ജോലി നഷ്ടമാകുമ്പോ, കച്ചവടം പൊളിഞ്ഞു പോകുമ്പോ, രോഗശയ്യയിൽ കിടപ്പിലാകുമ്പോ, എല്ലാ ഐശ്വര്യങ്ങളും അല്ലാഹു എടുത്തുകൊണ്ടുപോകുമ്പോ ആ ഭർത്താവിന്റെ കൂടെ എല്ലാ സങ്കടങ്ങളിലും സങ്കടം പങ്കുവെച്ച് കൂടെ നിൽക്കേണ്ടവരാണ് സഹധർമ്മിണിമാർ. ഭാര്യയുടെ കൂടെ ഭർത്താവും ജീവിതാന്ത്യം വരെ നിലനിൽക്കേണ്ട കോൺട്രാക്റ്റാണ് വിവാഹം എന്ന് പഠിപ്പിക്കുകയായിരുന്നു പരിശുദ്ധമായ ഖുർആൻ. ഇത് മീസാഖൻ ഗലീദാ, ഇതൊരു ബലിഷ്ഠമായ ഒരു ബന്ധവമാണ്, ഇതൊരു ബന്ധമാണ്. ഖദീജ ബീവിയാണ് പറയുന്നത്, യാ മുഹമ്മദു, അല്ലാഹുവിന്റെ റസൂലേ എന്ന് വിളിക്കാനാണ് ആഗ്രഹം. പക്ഷേ പ്രവാചകത്വം ലഭിച്ചുവെന്ന് ബോധ്യമായില്ല. ഖദീജ ബീവി അതിന്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കി വിളിച്ചു, യാ മുഹമ്മദു, എന്റെ ഭർത്താവേ, അല്ലാഹുവിന്റെ റസൂലേ, മുഹമ്മദ് നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ, അല്ലാഹു ഒരിക്കലും അങ്ങയെ കൈവടിയുകയില്ല നബിയേ. ഇന്നക ലതസിലുർ റഹിം, നിങ്ങൾ കുടുംബ ബന്ധം ചേർത്തുന്നവരാണല്ലോ. ഈ ലോകത്ത് ആദ്യമായി മുസ്ലിമാവാനുള്ള ഭാഗ്യമുണ്ടായത് ഒരു പെണ്ണിനാണ് എന്ന് പറയുന്നത് നമ്മുടെ സഹോദരിമാർക്ക് അഭിമാനിക്കാൻ അതുമാത്രം മതി. ലോകത്തെ ഇസ്ലാമിലേക്കുള്ള ആദ്യത്തെ മെമ്പർഷിപ്പ് എടുത്തത് ആരാ? ഖദീജ ബീവിയാണ് റളിയല്ലാഹു അൻഹ. ഹബീബിന്റെ ഗുണങ്ങളാണ് പറയുന്നത്. ഇന്നക ലതസിലുർ റഹിം, അങ്ങ് കുടുംബ ബന്ധം ചേർത്തുന്നവരാണല്ലോ. വതഹ്മിലുൽ കല്ല, ഭാരം ചുമക്കുന്നവരാണ്. വതുഈനുൽ മൽഹൂഫ, പാവപ്പെട്ട ആളുകൾക്ക് സഹായം നൽകുന്നവരാണ്. വതുഈനു അലാ നവാഇബിൽ ഹഖ്, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഹിക്കുകയായിരുന്നു നബിയേ. വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബ് ലം ഫല്ലൂ മിൻ ഹൗലിക്, നബിയേ, അങ്ങയുടെ മനസ്സെങ്ങാനും ഒരു കടുത്ത മനസ്സായിരുന്നുവെങ്കിൽ, അങ്ങ് ജനങ്ങളോട് പരുഷമായി പെരുമാറുന്നവരായിരുന്നുവെങ്കിൽ, അങ്ങയുടെ സ്വഭാവം നന്നായില്ലായിരുന്നുവെങ്കിൽ, ലം ഫല്ലൂ മിൻ ഹൗലിക്, ഈ ജനങ്ങളെല്ലാം അങ്ങയിൽ നിന്ന് ഓടിപ്പോകുമായിരുന്നു നബിയേ. പക്ഷേ അല്ലാഹു അങ്ങേക്ക് സവിശേഷമായ സ്വഭാവ ഗുണങ്ങൾ നൽകിയിട്ടുണ്ട്. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, ഏറ്റവും മനോഹരമായ സ്വഭാവത്തിന്റെ ഉടമയാണല്ലോ നബിയെ അങ്ങ്. ആ ഹബീബായ നബി തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷമാണ് മറ്റു എല്ലാ ഉമ്മഹാത്തുൽ മുഅ്മിനീനുകളെയും ഹബീബ് ജീവിതത്തിലേക്ക് സ്വീകരിച്ചത്. റളിയല്ലാഹു തആല അൻഹുന്ന അജ്മഈൻ. കൊച്ചു കൊച്ചു കുസൃതികള്, ഹബീബിന്റെ ഭാര്യമാർ ഓരോരുത്തരും നബി തങ്ങളുടെ സ്നേഹം എനിക്ക് വേണം, എനിക്ക് വേണം എന്ന് മത്സരിക്കുന്നവരായിരുന്നു. ഓരോരുത്തർക്കും അവരുടെ കൂടെ താമസിക്കാനും അവരുടെ കൂടെ ഇരിക്കാനും എത്രയും തിരക്ക് പിടിച്ച അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ നിന്ന് അവർക്ക് അല്ലാഹുവിന്റെ റസൂൽ സമയം കൊടുത്തിട്ടുണ്ട്. ഹബീബായ നബി തങ്ങൾ പറയും, ഹാദിഹി ഖിസ്മതി ഫീമാ അംലിക് ഫലാ തുആഖിദ്നി ഫീമാ ലാ അംലിക്. അല്ലാഹുവേ, അല്ലാഹുവേ, എന്റെ സഹധർമ്മിണിമാരോട് ഓരോരുത്തരോടും നീതിയോടെ ഞാൻ പെരുമാറുന്നുണ്ട്, ഓരോരുത്തർക്കും അർഹതപ്പെട്ടത് ഞാൻ നൽകുന്നുണ്ട് റബ്ബേ. പക്ഷേ എങ്ങാനും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നതിൽ ആരോടെങ്കിലും ഇഷ്ടക്കൂടുതലോ കുറവോ സംഭവിക്കുന്നത് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല. അല്ലാഹുവേ, അല്ലാഹുവേ, നീ എന്നോടത് പൊറുക്കേണമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ ഭാര്യമാരിൽ സൈനബ് റളിയല്ലാഹു തആല അൻഹ
സൈനബ് ബിൻതു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് വളരെ രുചിയുള്ള ഹബീബിന് ഇഷ്ടമുള്ള തേൻ കൊണ്ടൊരു വെള്ളം, ഒരു പാനീയം കൊടുക്കാറുണ്ടായിരുന്നു സൈനബ് റളിയല്ലാഹു അൻഹ. മറ്റൊന്നിനുമല്ല, അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ ഹബീബിന്റെ കൊച്ചു കൊച്ചു റൂമുകളിലേക്ക്, മഹദിമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ താമസിക്കുന്ന കൊച്ചു റൂമുകളാണുള്ളത്, ആ റൂമുകളിലേക്ക് നബി തങ്ങൾ അസ്ർ മഗ്രിബിന്റെ ഇടയിൽ കയറി ഇറങ്ങാറുണ്ട്. ഹബീബിന് സമയമില്ലാത്തിടത്ത് നബി തങ്ങൾ ഏതൊരു മഹദിയുടെ വീട്ടിലാണോ ഉള്ളത് അങ്ങോട്ട് മറ്റു ഭാര്യമാർ വരാറുമുണ്ടായിരുന്നു. സൈനബ് റളിയല്ലാഹു അൻഹ ഹബീബായ നബിയുടെ സാന്നിധ്യം ഒരൽപ്പം കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹിച്ച് അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമുള്ള ഒരു പാനീയം തേൻ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അന്നേരം നബി തങ്ങൾ ഒരൽപ്പം വർത്തമാനം പറഞ്ഞ് സൈനബ് ബീവിയുടെ അരികത്ത് ഒരൽപ്പം കൂടുതൽ ഇരിക്കാറുമുണ്ട്. അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയും ഒരു പ്ലാൻ ചെയ്തു. ഇത് പറ്റില്ല, നമ്മൾ ഓരോരുത്തരുടെ അരികത്തേക്കും നബി തങ്ങൾ കയറി ഇറങ്ങുന്ന സമയത്തിൽ സൈനബിന്റെ അടുത്ത് നിന്ന് റളിയല്ലാഹു അൻഹ ആ മഹദിയുടെ കയ്യിൽ നിന്ന് കുടിക്കുന്ന ആ തേൻ വെള്ളം കുടിക്കാൻ വേണ്ടി നബി തങ്ങൾ ഒരൽപ്പം സമയ കൂടുതൽ എടുക്കുന്നുണ്ട്. അത് നിർത്തലാക്കാൻ നമുക്കൊരു അടവ് പ്രയോഗിക്കാം, നമുക്കൊരു തന്ത്രം മെനയുന്നത് ആരെന്നറിയുമോ? ഹബീബായ നബിയുടെ ഇഷ്ടപ്പെട്ട രണ്ട് കൂട്ടുകാരുടെ മക്കൾ. ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ് ആയിഷത്തു സിദ്ദീഖ ബിൻതു സിദ്ദീഖ് റളിയല്ലാഹു അൻഹ. മറ്റേത് ആരാണ്? ഹഫ്സ ബീവി, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ് ഹഫ്സ ബിൻതു ഉമർ. രണ്ടുപേരും വളരെ അടുപ്പത്തിലാണ്, വളരെ നല്ല കൂട്ടുകാരികളാണ്. രണ്ടുപേരും പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ നമ്മുടെ അരികത്തേക്ക് വരികയാണെങ്കിൽ ഹബീബായ നബിയോട് നമുക്ക് പറയണം, നബി തങ്ങളോട് പറയണം, നബിയേ നിങ്ങളുടെ വായയിൽ നിന്ന് എന്തോ സുഖമില്ലാത്ത അസുഖകരമായ ഒരു വാസന വരുന്നുണ്ടല്ലോ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയാമെന്ന് ഇവർ രണ്ടുപേരും തീരുമാനിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൈനബ് ബീവി റളിയല്ലാഹു അൻഹയുടെ അരികത്ത് നിന്ന് വരുന്ന സമയം, നബിയേ നജിദു മിൻക റായിഹത്തൽ മഗാഫീർ, മഗാഫീറിന്റെ ഒരു വാസന അങ്ങയുടെ വായയിലുണ്ടല്ലോ. മഗാഫീർ എന്നത് മരുഭൂമിയിലെ മുൾച്ചെടിയിൽ നിന്നെടുക്കുന്ന ഒരു വസ്തുവാണ്. അത് പാനീയത്തിൽ ചേർക്കാറുണ്ട്, നല്ല രുചിയുള്ള വെള്ളമാണത്. എന്നാൽ ആ മഗാഫീർ കുടിച്ചു കഴിഞ്ഞാൽ വായയ്ക്ക് ഒരു നാറ്റം വരും. അല്ലാഹുവിന്റെ റസൂലിന്റെ വായയ്ക്ക് ഒരു നാറ്റവുമില്ല. അത് അത്വയബുൽ അഫ്വാഹ്, വായകളായ വായകളിൽ വെച്ച് ഏറ്റവും ശുദ്ധിയുള്ളതാണത്. നബിയെ അങ്ങ് ജീവിച്ചിരിക്കുമ്പോഴും എത്ര സുഗന്ധമാണ്, അങ്ങ് മരിച്ചു കിടക്കുമ്പോഴും എന്തൊരു സുഗന്ധമാണെന്ന് ഹബീബിനോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബ് വഫാത്തായി കിടക്കുമ്പോ ആ ഹബീബിനോടാണ്, ഹബീബായ തങ്ങളോട്, മറ്റൊന്നുമല്ല സൈനബ് റളിയല്ലാഹു അൻഹ എന്ന ഹബീബിന്റെ ഭാര്യയുടെ അരികത്ത് മുത്തുനബി തങ്ങൾ ഒരൽപ്പം സമയ കൂടുതൽ ചെലവഴിക്കുന്നത് പാടില്ലെന്ന് പറയാൻ, അത് നിർത്തിവെക്കാൻ ഹഫ്സ ബീവിയും ആയിഷ ബീവിയും മെനഞ്ഞെടുത്ത ഒരു തന്ത്രമായിരുന്നു, ഒരു കുസൃതിയായിരുന്നു അത്. എല്ലാ ഭാര്യമാരോടും പറഞ്ഞു, സൈനബ് റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്നാണ് ഹബീബായ നബി തങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും പറയണം, നബിയെ മഗാഫീറിന്റെ ഒരു സ്മെല്ലുണ്ടല്ലോ അങ്ങയിൽ നിന്ന് എന്ന് പറഞ്ഞേക്കുക. അങ്ങനെ ഓരോരുത്തരും പറയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂലിനാണെങ്കിൽ വായനാറ്റം ഹബീബിന് ഇഷ്ടമല്ല. നമ്മളൊക്കെ മനസ്സിലാക്കണം, നബി തങ്ങൾ പറയുമായിരുന്നു, ഇന്നൽ മലായികത തതഅദ്ദാ മിമ്മാ യതഅദ്ദാ മിൻഹു ബനു ആദം. മനുഷ്യർക്ക് എന്തെല്ലാം ദുർഗന്ധമാണോ അത് അല്ലാഹുവിന്റെ മലക്കുകൾക്ക് ദുർഗന്ധമാണ്. വായ ബ്രഷ് ചെയ്യാതെ അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് വരാൻ പാടുള്ളതല്ല വായനാറ്റമുള്ളവരെ. ഉള്ളി പോലെയുള്ള, പ്രത്യേകിച്ച് വെളുത്തുള്ളി പോലെയുള്ള, ഗാർലിക് പോലെയുള്ളത്
നാറ്റമുള്ള വസ്തുക്കൾ എന്തോ ആകട്ടെ, അത് കഴിക്കുന്ന ആളുകൾക്ക് വായ വൃത്തിയാക്കാൻ കഴിയില്ലെങ്കിൽ ഫലാ യഖ്റബ് സ്വലാത്തനാ, നമ്മുടെ കൂടെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരേണ്ടതില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമായിരുന്നു. മറ്റൊന്നുകൊണ്ടുമല്ല, അരികത്തിരിക്കുന്ന ആളുകൾക്ക് വായനാറ്റം വരുമ്പോ നിസ്കാരത്തിൽ അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറയുമ്പോൾ അവസാനം ചെയ്ത അമൽ എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തോട് വിട പറയുമ്പോൾ ഹബീബായ നബി തങ്ങൾ ചെയ്ത കർമ്മം എന്താണെന്ന് ചോദിച്ചാൽ അസ്സിവാക്ക്, മിസ്വാക്ക് ചെയ്യലായിരുന്നു, ബ്രഷ് ചെയ്യലായിരുന്നു. ഓർമ്മയുണ്ടോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ ഹബീബായ നബി തങ്ങൾ തലവെച്ച് കിടക്കുകയാണ്. ഹബീബ് ഇന്ന് ഉറങ്ങുന്ന വിശ്രമിക്കുന്ന പരിശുദ്ധമായ പച്ചക്കുപ്പയുടെ താഴെ, അത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടായിരുന്നു. ഹുജ്റത്തു ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ബീവി പറയുമായിരുന്നു മറ്റു ഭാര്യമാരോടെല്ലാം, ഹബീബിന്റെ ഭാര്യമാരോട്, സഹധർമ്മിണികളോട് ബീവി പറയും, പെണ്ണുങ്ങളെ, എനിക്ക് അല്ലാഹു നൽകിയ സൗഭാഗ്യം നിങ്ങൾ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? മാത റസൂലുള്ളാഹി ഫീ ഹിജ്രി വബൈന നഹ്രി വസഹരി. അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തോട് വിട പറയുന്നത് എന്റെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ടാണ്. വഫീ ലൈലതി വയൗമി, എന്റെ ദിവസമായിരുന്നു അത്. വഫീ ബൈതി, എന്റെ വീട്ടിൽ കിടന്നാണ് ഹബീബ് വഫാത്താകുന്നത്. അത് മാത്രമോ, ഈ ലോകത്ത് നിന്ന് ഹബീബിന്റെ വായയിലേക്ക് അവസാനമായി ചേരുന്നത് എന്റെ ഉമിനീരാണെന്ന് ആയിഷ റളിയല്ലാഹു അൻഹാ. അതെങ്ങനെയായിരുന്നു എന്നറിയുമോ? ഹബീബായ നബി ലോകത്തോട് വിട പറയുകയാണ്. റബീഉൽ അവ്വൽ 12 ആ പ്രഭാത ദിവസം മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരൻ സിദ്ദീഖ് എന്നവരുടെ മകൻ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. ആ മഹാനായ സ്വഹാബി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പെങ്ങളാണ്. ഹബീബായ നബി തങ്ങൾ റസൂലാണ്, തന്റെ സഹോദരിയുടെ ഭർത്താവാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ റൂമിലേക്ക് കയറി വന്നപ്പോ കയ്യിൽ ഒരു അറാഖുണ്ടായിരുന്നു. അറാഖ് ഒരു മരകഷ്ണം, പല്ല് തേക്കുന്ന അറാഖ്, നമ്മളൊക്കെ അറിയുന്നത്. ആ അറാഖ് കൊണ്ട് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു വായ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അത് ശ്രദ്ധിച്ചു. ഹബീബായ നബി തങ്ങൾ സംസാരം വളരെ കുറഞ്ഞ ഒരു സമയമായിരുന്നു അത്. നബി തങ്ങൾക്ക് മിസ്വാക്ക് ഇഷ്ടമാണെന്നറിയാം. ബീവി തന്നെയാണ് നമ്മെ പഠിപ്പിച്ചത്. ഹബീബ് പറയുമായിരുന്നു, ലൗലാ അന്ന ശുഖ അലാ ഉമ്മതി ലഅമർതുഹും ബിസ്സിവാകി ഇൻദ കുല്ലി സ്വലാ. എന്റെ ഉമ്മത്തികൾക്ക് പ്രയാസമാവും എന്ന് വിചാരിച്ചതുകൊണ്ടാണ്. അല്ലായിരുന്നുവെങ്കിൽ ഓരോ നിസ്കാരത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോഴും നിങ്ങൾ നിർബന്ധമായും ബ്രഷ് ചെയ്യണം എന്ന് ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു. പക്ഷേ അതവർക്ക് പ്രയാസമാവില്ലേ? ചിലപ്പോൾ അങ്ങാടികളായ, ചിലപ്പോൾ യാത്രയിലായിരിക്കും, ചിലപ്പോൾ മാർക്കറ്റിലായിരിക്കും. ബ്രഷ് എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ സാധിച്ചില്ലെങ്കിലോ എന്ന് കരുതിയാണ്. എന്റെ ഉമ്മത്തികൾക്ക് പ്രയാസമാവില്ലായിരുന്നുവെങ്കിൽ എല്ലാ നിസ്കാര നിൽക്കുമ്പോൾ ബ്രഷ് ചെയ്തിട്ടേ നിസ്കരിക്കാവൂ എന്ന് ഞാൻ അവരോട് നിർബന്ധമായും കൽപ്പിക്കുമായിരുന്നുവെന്ന് ഹബീബായ നബി തങ്ങളാണ് പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ വൃത്തിയുടെ ആളുകളാണല്ലോ. അത്വഹൂറു ശത്റുൽ ഈമാൻ, ഈമാനിന്റെ പകുതിയാണ് വൃത്തി എന്ന് മനസ്സിലാക്കുന്നവരും ഹബീബ് നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ഞങ്ങൾക്കത് വല്ലാത്ത ഇഷ്ടമായിരുന്നു, മിസ്വാക്ക് ചെയ്യുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കുന്നു. ബീവി ചോദിച്ചു, നബിയേ, ആ മിസ്വാക്ക് അങ്ങേക്ക് വേണോ നബിയേ? അതാണോ അങ്ങ് നോക്കുന്നത്? അതേ എന്ന് നബി തങ്ങൾ തലയാട്ടി കൊടുത്തു. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ആങ്ങളയിൽ നിന്ന്, സഹോദരനിൽ നിന്ന് ആ മിസ്വാക്ക് വാങ്ങി. നോക്കുമ്പോൾ അറാഖിന്റെ ഒരു പുതിയ കഷ്ണമാണത്. അത് ഒരൽപ്പം സോഫ്റ്റ് ആക്കിയിട്ട് നബിയുടെ വായിലേക്ക് ബ്രഷ് ചെയ്തു കൊടുക്കണം. ബീവി റളിയല്ലാഹു അൻഹ അവിടുത്തെ മനോഹരമായ ആ മഹദിയുടെ വായയിൽ വെച്ചുകൊണ്ട് ഉമിനീര് ചേർത്ത് വെച്ചുകൊണ്ട് ചവച്ച് ചതച്ച് ചതച്ച് ചതച്ച്
ചതച്ച് സോഫ്റ്റ് ആക്കിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ വായിലേക്ക് ശരിക്കും ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ബീവി പറയുന്നത്, മുത്തനബി തങ്ങൾ അതിനുശേഷം ഒരു വെള്ളം കുടിച്ചിട്ടില്ല, ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല. ഈ ലോകത്ത് നിന്ന് ഹബീബിന്റെ വായിലേക്ക് അവസാനം ചേർന്നത് എന്റെ ഉമിനീരായിരുന്നുവെന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. അല്ലാഹുവിനെ കാണാൻ പോകുമ്പോൾ ഏറ്റവും നല്ല വൃത്തി വേണം. മരണപ്പെടുന്ന സമയത്ത് നല്ല ശുദ്ധിയിലും വുളൂഇലും ത്വഹാറത്തിലുമായി ഈ ലോകത്തോട് വിട പറയാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്, യാ റസൂലല്ലാഹ് ഇന്നാ നജിദു മിൻക റീഹൽ മഗാഫീർ. നബിയേ, അങ്ങയുടെ വായിൽ നിന്ന് മഗാഫീറിന്റെ ഗന്ധം വരുന്നുണ്ട് എന്ന് തമാശ രൂപേണ ഹബീബിന്റെ ഭാര്യമാർ പറയുമ്പോൾ നബി തങ്ങൾക്കത് വളരെ വിഷമമായി. അല്ലാഹുവേ, എന്റെ വായക്ക് നാറ്റമുണ്ടോ? നിബിതങ്ങൾ എത്രയും സുഗന്ധമുള്ളവരായിരുന്നുവല്ലോ. ശരീരം സുഗന്ധമായിരുന്നു, ഹബീബിന്റെ വിയർപ്പിന് സുഗന്ധമായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൗലാ റസൂലില്ലാഹ്, ഹബീബായ നബി തങ്ങൾക്ക് 10 വർഷം ഖിദ്മത്ത് ചെയ്ത സുഹാബിയാണത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ലില്ലാഹി ദർറുക യാ അനസ്. അനസ് ഇബ്നു മാലികേ, നിങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യം എത്ര വലുതാണ് എന്ന് താബിഈങ്ങൾ ആ മഹാനെ കാണുമ്പോൾ പറയുമായിരുന്നു. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, എന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ വിയർപ്പിനെക്കാളും സുഗന്ധമുള്ള ഒരു സുഗന്ധം ഞാൻ എൻ്റെ മൂക്കുകൊണ്ട് ആസ്വദിച്ചിട്ടില്ല എന്ന്. അവിടുന്ന് ഒരു വഴിയിലൂടെ നടക്കുകയാണെങ്കിൽ ആ വഴിയിൽ മറ്റാരെങ്കിലും സഞ്ചരിക്കുകയാണെങ്കിൽ ഹബീബായ നബി തങ്ങൾ ആ വഴിയിലൂടെ കടന്നുപോയി എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെയെന്നറിയുമോ? മിൻ ത്വീബി റായിഹത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സുഗന്ധം കൊണ്ട്. അങ്ങനത്തെ ഹബീബിനോട് കുസൃതി കാണിച്ചുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും സൗദ ബീവിയും ഹഫ്സ ബീവിയും ചേർന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, സൈനബിന്റെ വീട്ടിൽ നിന്ന് കുടിക്കുന്ന ആ വെള്ളം മഗാഫീറിന്റെ വെള്ളമാണോ? അതിന് ഒരു ദുർഗന്ധമുണ്ടല്ലോ നബിയേ. ഇത് പറഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ലൻ അശ്റബ അസലൻ ഇൻദ സൈനബ് ബഅദ ദാലിക്. ഇനി ഇവിടുന്ന് ഞാൻ സൈനബിന്റെ വീട്ടിൽ നിന്ന് തേൻ കുടിക്കുകയില്ലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ ശപഥം ചെയ്തു പറഞ്ഞു. ഇനി ഞാൻ തേൻ കുടിക്കുകയില്ലെന്ന് വിശുദ്ധമായ ഖുർആൻ ആയത്തിറക്കുകയാണ്, നബിയേ, അങ്ങേക്ക് അല്ലാഹു ഹലാലാക്കിയ തേൻ അങ്ങെന്തിനാണ് വേണ്ടെന്ന് പറഞ്ഞ് ഹറാമാക്കുന്നത്? സൂറത്തു തഹ്രീമിലെ 1 മുതൽ 3 വരെയുള്ള ആയത്തുകൾ ഇറങ്ങാനുണ്ടായ കാരണം ഈ സംഭവമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബി, ഓ പ്രവാചകരെ, ഓ നബിയായവരെ. അല്ലാഹു ഒരിടത്തും യാ മുഹമ്മദു എന്ന് വിളിച്ചില്ല. എല്ലാ നബിമാരെയും വിളിച്ചു. യാ നൂഹ്, നൂഹേ, നൂഹ് നബിയേ. യാ ഇബ്രാഹീമു, യാ ലൂത്ത്, യാ ശുഐബ്, യാ മൂസ, യാ ഈസ. എല്ലാ നബിമാരെയും അല്ലാഹു പേരെടുത്ത് വിളിച്ചു. ഹബീബിനെ വിളിച്ചത് മുഴുവൻ യാ അയ്യുഹർ റസൂൽ, യാ അയ്യുഹൻ നബി, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബി, അല്ലയോ നബിയായവരെ, അല്ലാഹുവിന്റെ ദൂതരെ, ലിമ തുഹർറിമു മാ അഹല്ലല്ലാഹു ലക്, അല്ലാഹു നിങ്ങൾക്ക് ഹലാലാക്കി തന്നത് നബിയെ അങ്ങെന്തിനാണ് ഹറാമാക്കുന്നത്? അല്ലാഹു നിങ്ങൾക്ക് അനുവദിച്ചത് എന്തിനാ നബിയെ വേണ്ട എന്ന് പറയുന്നത്? അസൽ, തേൻ ഹലാലാണ്, അല്ലാഹു അനുവദിച്ച ഭക്ഷണമാണ്. ആ ഭക്ഷണം ഞാൻ ഇനി സൈനബിന്റെ വീട്ടിൽ നിന്ന് കഴിക്കുകയില്ലെന്ന് എന്തിനാ നബിയെ അങ്ങ് പറയുന്നത്? തബ്തഗി മർളാത അസ്വാജിക്, അങ്ങയുടെ ഭാര്യമാരുടെ സന്തോഷം കിട്ടാൻ വേണ്ടി, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അല്ലാഹു ഹലാലാക്കിയത്. എന്തിനാ നബിയെ അങ്ങ് ഹറാമാക്കുന്നത്? ഈ സൂറയുടെ പേര് തന്നെ അത്തഹരീം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഹലാലിനെ ഹറാമാക്കുക എന്നർത്ഥമാണ് ആ വാക്കിന്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാർക്ക് പിണക്കമായോ, അവർക്ക് വിഷമമായോ, അവരുടെ അരികത്തേക്ക് ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് ദുർഗന്ധമാണോ, എന്റെ വായക്ക് നാറ്റമുണ്ടോ, അങ്ങനെ നാറ്റമുള്ളത് ഇനി ഞാൻ കഴിക്കുകയില്ല എന്ന് പറഞ്ഞ് ഹലാലിനെ നബി തങ്ങൾ ഹറാമാക്കുകയായിരുന്നു. ഹറാമാക്കി എന്നല്ല, ആ പാനീയം ഇനി ഞാൻ കുടിക്കുകയില്ല എന്ന് ഹബീബായ നബി തങ്ങൾ പറയുന്നു. അല്ലാഹു നബി തങ്ങളെ തിരുത്തുകയാണ്. എന്തിനാ നബി അങ്ങനെ ചെയ്യേണ്ട കാര്യം? തബ്തഗി മർളാത അസ്വാജിക്, അങ്ങയുടെ ഭാര്യമാരുടെ തൃപ്തിയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് എന്നെനിക്കറിയാം. എന്നാലും നബിയെ, സൈനബ് ബീവി നൽകുന്ന വെള്ളത്തിന് ദുർഗന്ധമില്ലെന്നറിയാം. അത് നല്ല വെള്ളമാണ്, പാനീയമാണ്, തേൻ വെള്ളമാണല്ലോ. അത് അല്ലാഹു അനുവദിച്ചത്. എന്തിനാണ് റസൂലേ അങ്ങത് വേണ്ടെന്ന് പറയുന്നത്? വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു എല്ലാം മാപ്പാക്കി തരുന്നവനും കാരുണ്യവാനുമാണ്. ഖദ് ഫറദല്ലാഹു ലക്കും തഹില്ലത ഐമാനിക്കും, നിങ്ങൾ സത്യം ചെയ്ത് ശപഥം ചെയ്താൽ ആ ശപഥത്തിന് പ്രായശ്ചിത്തം ചെയ്യാൻ കഴിയും. വല്ലാഹു മൗലാക്കും, അല്ലാഹു നിങ്ങളുടെ ഉടമയാണ്. വഹുവൽ അലീമുൽ ഹകീം, അവനെല്ലാം അറിയുന്നവനാണ്. അല്ലാഹു ഹകീമാണ്. وإذ أسر النبي إلى بعض أزواجه حديثا فلما نبأت به وأظهره الله عليه عرف بعضه وأعرض عن بعض فلما نبأها به قالت من أنبأك هذا قال نبأني العليم الخبير. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ കൂടെ ഹബീബായ നബി തങ്ങൾക്ക് സമ്മാനമായി ലഭിച്ച ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. നബി തങ്ങളുടെ ഇബ്രാഹിം എന്ന കുഞ്ഞിന്റെ ഉമ്മയാണത്. മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹാ. ഹബീബിന്റെ ഭാര്യമാരോടുകൂടെ ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു എന്താണോ അനുവദിച്ചത് അത് മാരിയ ബീവിയിൽ നിന്ന് നബി തങ്ങൾക്ക് അല്ലാഹു അനുവദിച്ചിട്ടുണ്ട്. ആ വിഷയത്തിലും ഹബീബിനോട് ഒരൽപ്പം കുശുമ്പുണ്ടായിരുന്ന ഹബീബിന്റെ ഭാര്യമാർ ഹബീബിനോട് പറയുമായിരുന്നു, നബിയെ, മാരിയ ബീവിയെ എന്തിനാണ് നബിയെ അങ്ങ് സമീപിക്കുന്നത്? ഞങ്ങളല്ലയോ അങ്ങയുടെ നിക്കാഹ് ചെയ്ത ഭാര്യമാർ? അവർ ഈജിപ്തുകാരിയാണ്. മാരിയ ബീവിയിൽ നിന്ന് ഹബീബിനുണ്ടായ കുഞ്ഞാണ് ഇബ്രാഹിം എന്ന് നബി തങ്ങൾ പേര് വെച്ച കുഞ്ഞ് പാല് കുടിക്കുന്ന പ്രായത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇബ്രാഹിം എന്ന കുഞ്ഞ് മരണപ്പെട്ടപ്പോഴാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകാം സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങൾ, മരണവും ജനനവും സങ്കടവും സന്തോഷവും. ഈ ലോകത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. ഇബ്രാഹിം എന്ന കുഞ്ഞ് മരണപ്പെട്ടപ്പോഴാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, യാ ഇബ്രാഹീമു ഇന്നാ ലിമൗതിക യാ ഇബ്രാഹീമു ലമഹസൂനൂൻ.
മോനെ ഇബ്രാഹിമേ, നിങ്ങളുടെ മരണത്തിൽ ഞങ്ങൾക്ക് വല്ലാത്ത സങ്കടമുണ്ട് മോനെ എന്ന് ആ കുഞ്ഞിനെ നോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു നബി തങ്ങൾ. ആ കുഞ്ഞിന്റെ ഉമ്മയായ അടിമ സ്ത്രീയായിരുന്ന ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു അനുവദിച്ച മാരിയത്തുൽ ഖിബ്തിയ എന്ന ബീവിയുടെ കൂടെ ഹബീബായ നബി തങ്ങളുടെ സഹവാസം ഇഷ്ടപ്പെടാതിരുന്ന, ഹബീബിനോട് അങ്ങേയധികം ഇഷ്ടവും ആ സ്നേഹം ഞങ്ങൾക്ക് മാത്രം വേണമെന്ന്, സ്വകാര്യമായി ഞങ്ങൾക്ക് വേണമെന്ന് ഓരോരുത്തരും ആഗ്രഹിക്കുകയായിരുന്നു. അവര് ഹബീബായ നബി തങ്ങളോട് മാരിയ ബീവിയെ മാറ്റി നിർത്തിക്കൂടെ എന്ന് ചോദിച്ചപ്പോ, നിങ്ങൾക്ക് അങ്ങനെയാണ് വേണ്ടതെങ്കിൽ ഞാനിനി മാരിയ ബീവിയെ സമീപിക്കുകയില്ലെന്ന് ഹബീബായ നബി തങ്ങൾ ശപഥം ചെയ്തതിൽ പിന്നെയാണ് ഈ ആയത്തുകൾ ഇറങ്ങിയത് എന്നും മുഫസ്സിരീങ്ങൾ പറയാറുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ വഇദാ സർറൻ നബിയു ഇലാ ബഅദി അസ്വാജി, ഹബീബായ നബിയുടെ കുടുംബ ജീവിതത്തിൽ ഒരുപക്ഷേ അധികമൊന്നും ചർച്ച നടക്കപ്പെടാത്ത ചില സംഭവങ്ങളാണ് ഇതൊക്കെ. വഇദാ സർറൻ നബിയു ഇലാ ബഅദി അസ്വാജി, ഹബീബിന്റെ ഭാര്യമാരിൽ ചില ആളുകളോട് ഹബീബായ നബി തങ്ങൾ സ്വകാര്യം പറയുന്നു. ഹദീസാ فلما نبأت به وأظهره الله عليه عرف بعضه وأعرض عن بعض. ഹബീബായ നബി തങ്ങളെ മറച്ചു വെച്ചുകൊണ്ട്, ഹബീബായ നബി തങ്ങൾ അറിയാതെ ഹബീബായ നബി തങ്ങളുടെ സ്നേഹം പിടിച്ചു വാങ്ങാൻ വേണ്ടി ആയിഷ ബീവിയും ഹഫ്സ ബീവിയും ചെയ്ത ഇതുപോലെയുള്ള കുസൃതികളെ ഹബീബായ നബി തങ്ങൾ വല്ലാത്ത സന്തോഷത്തോടുകൂടെയായിരുന്നു സ്വീകരിച്ചത്. എന്തിനാണെന്നറിയുമോ? തങ്ങളുടെ ഭാര്യ, ഹബീബിന്റെ ഭാര്യമാർ, അത് ആയിഷ ബീവി ആവട്ടെ ഹഫ്സ ബീവി ആവട്ടെ, അവർക്ക് എന്റെ ദുർഗന്ധം ഇഷ്ടമാവില്ലയോ, എന്നാൽ പിന്നെ ഞാനത് കുടിക്കില്ല. നമ്മൾ ആലോചിക്കണം, വിവാഹം കഴിഞ്ഞതിന് ശേഷവും അതിന്റെ മുമ്പുമൊക്കെ മദ്യപാനം ശീലമാക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരോട് വേണ്ടി പറയുകയാണ്, മയക്കുമരുന്നിനടിമകളായിരിക്കുന്ന ആളുകളോട് പറയുകയാണ്, ഹബീബായ നബി തങ്ങൾ അവിടുത്തെ ഭാര്യമാർക്ക് ദുർഗന്ധമാണ് എന്ന് അവര് പറഞ്ഞപ്പോഴേക്കും ദുർഗന്ധമല്ലാതിരുന്ന ഒരു വിഷയം ഇനി ഞാൻ കുടിക്കുകയില്ല എന്ന് ശപഥം ചെയ്ത ഹബീബിന്റെ ഈ സംഭവത്തിൽ നമുക്ക് മാതൃകയില്ലേ? കല്യാണം കഴിഞ്ഞതിൽ പിന്നെയാണ് അറിയുന്നത് ആള് കുടിയനാണെന്ന്, മുഴുകുടിയനാണെന്ന്. അത്തരം സംഭവങ്ങൾ നടക്കുമ്പോ ഇനിയെങ്കിലും ഞാനത് ചെയ്യില്ലെന്ന് പറഞ്ഞ് അവനവന്റെ സ്വന്തം കുടുംബജീവിതം തകരാതിരിക്കാൻ വേണ്ടിയെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെടേണ്ട ആളുകൾ സ്വന്തം ഭാര്യമാരും കുടുംബവും സ്വന്തം ബന്ധുക്കളുമൊക്കെ മനസ്സുകൊണ്ട് വെറുക്കുകയും ഹൃദയത്തിന്റെ ഉള്ളിലെങ്കിലും വളരെ സങ്കടപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന എത്രയോ അവസ്ഥകൾ നമ്മുടെ ചെറുപ്പക്കാരുടെ മദ്യപാനം വഴി ഉണ്ടാകുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് ദുർഗന്ധമുള്ള ഒരു പാനീയം പോലും വേണ്ടെന്ന് വെച്ചെങ്കിൽ ഹറാമായ പാനീയം നമ്മൾ എത്ര പെട്ടെന്ന് ഒഴിവാക്കേണ്ടവരാണ് സത്യവിശ്വാസികളെ. എത്ര പെട്ടെന്ന് നമ്മുടെ വയറ്റിലേക്ക്, നമ്മൾ അറിയണം, കേവലം ഒരു വെള്ളം കുടിക്കുന്ന പോലെയല്ല മദ്യപാനം. സാന്ദർഭികമായി പറയുകയാണ്, നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി മാറുന്നുണ്ട്. നമ്മൾ തിന്നുന്നതും കുടിക്കുന്നതും നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി മാറുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഭക്ഷണം ഹലാലാണോ എന്ന് നിർബന്ധമായും ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. ആരുടെയെങ്കിലും വീടുകളിൽ കയറി ഭക്ഷണം കഴിക്കേണ്ടി വരുമ്പോ അറിയുന്ന ആളുകൾ പറഞ്ഞു കൊടുക്കണം, എന്താണ് ആ മനുഷ്യന്റെ അവസ്ഥ, എന്ത്. ഒരാൾ ഒരു ചായ വാങ്ങിച്ചു തരട്ടെ എന്ന് ചോദിക്കുമ്പോ അയാൾക്ക് എന്താണ് ജോലി? പലിശ ഏർപ്പാടാണോ? ആളുകളെ പറ്റിക്കുന്ന പരിപാടിയാണോ? വഞ്ചനയാണോ? എവിടെ നിന്നുണ്ടാക്കുന്ന കാശാണ്? അയാളുടെ സമ്പത്ത് കൊണ്ട് നമുക്ക് വെള്ളം കുടിക്കൽ ഹലാലാകുമോ? അയാളുടെ ഭക്ഷണം കഴിക്കാൻ പാടുള്ളതോ എന്ന് അന്വേഷിച്ചതിന്റെ ശേഷമേ ഒരു മുസ്ലിം ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്നാണ് ശർഅന്റെ നിയമമെങ്കിൽ എത്ര വിവാഹങ്ങൾക്ക് നമുക്ക് ഇനി പങ്കെടുക്കാൻ കഴിയും? എത്ര സദ്യകൾ നമുക്ക് പോയി കഴിക്കാൻ പറ്റും? എത്രയാളുടെ സൽക്കാരങ്ങൾ നമുക്ക് നിരസിക്കേണ്ടി വരും? ഹബീബായ നബി തങ്ങൾ ഹലാലായിരുന്ന ഒരു വിഷയം ദുർഗന്ധമുണ്ട് എന്നതിന് വേണ്ടി തന്നെ ഹബീബായ നബി തങ്ങൾ വേണ്ടെന്ന് വെച്ചു എന്നിരിക്കെ ഹറാമായ പാനീയങ്ങൾ എന്തായാലും ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കേണ്ടതാണ് മുഅ്മിനേ. ഇനിയൊരവസരം അല്ലാഹു നമുക്ക് തന്നില്ലെന്ന് വരും. ഇനി ഒരു നാളെ നമ്മൾ ജീവനോടെ ബാക്കിയില്ലെങ്കിലോ
കുടിച്ചതും കഴിച്ചതും മയക്കുമരുന്ന് ഉപയോഗിച്ചതും അല്ലാഹുവേ മാപ്പ് തരണേ, പുറത്തു തരണേ എന്ന് റബ്ബിനോട് മാപ്പിരക്കുകയും ഇന്നത്തെ ഈ നിമിഷം മുതൽ, ഈ സമയം മുതൽ, ഈ സമയം സെക്കൻഡ് മുതൽ അല്ലാഹുവേ എന്റെ വായിലേക്ക് ഞാൻ ഒരു ഹറാമിന്റെ ഭക്ഷണമോ ഒരു ഹറാമിന്റെ പാനീയമോ ഇനി ഞാൻ കൊടുക്കുകയില്ല എന്ന് അല്ലാഹുവിനെ മുൻനിർത്തി ശപഥം ചെയ്തേക്കുക. ഇനിയൊരു അവസരം അല്ലാഹു തന്നില്ലെന്ന് വരും. കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. ഏതൊരു മാംസവും ഏതൊരു ശരീരവും ഹറാമിൽ നിന്നാണ് പോഷണം സിദ്ധിക്കുന്നതെങ്കിൽ, നമ്മുടെ വായിലൂടെ കടന്നു പോകുന്ന ഭക്ഷണം പാനീയം നമ്മൾ സിറിഞ്ചിലൂടെ സ്മോക്കിംഗ് ആയിട്ടോ ഡസ്റ്റായിട്ടോ പൗഡറായിട്ടോ ലിക്വിഡായിട്ടോ ഉപയോഗിക്കുന്ന മയക്കുമരുന്നുകള് നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുകയും മാംസങ്ങൾക്കിടയിലേക്ക് രക്തധമനികളിലൂടെ അതിന്റെ അംശങ്ങൾ സഞ്ചരിക്കുകയും ചെയ്താൽ അതിന്റെ പേരാണ് ഹറാമിൽ നിന്ന് പോഷണം കിട്ടിയ മാംസം എന്നത്. കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ. ഏതെങ്കിലും ഒരു മാംസം ഹറാമിൽ നിന്നാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ ശരീരം സ്വർഗത്തിലേക്കല്ല പോകേണ്ടത്, ഫന്നാറു ഔലാ ബിഹി. ആ ശരീരം പോയി കിടക്കാൻ നല്ലത് നരകമാണ്, നരകമാണ് എന്ന് എത്രയാണ് ഹബീബായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. നമ്മുടെ യുവജനങ്ങൾക്ക്, വിദ്യാർത്ഥികൾക്ക്, കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പഠിക്കുന്നവര്, ഹോസ്റ്റലുകളിൽ പഠിക്കുന്നവരെ, അല്ലാഹുവേ ഞങ്ങളുടെ യുവജനങ്ങളെ, ഞങ്ങളുടെ സഹോദരിമാരെ, ഞങ്ങളെല്ലാവരെയും അല്ലാഹുവേ നീ നിന്റെ സജ്ജനങ്ങളുടെ സ്വഭാവത്തിലാക്കി തരണേ റബ്ബേ. തിന്മകളിൽ നിന്ന് അകറ്റി തരണേ തമ്പുരാനെ. നമ്മുടെ കുടുംബങ്ങളിൽ പോലും അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്ന വിധം ഹറാമിന്റെ കടന്നുകയറ്റം കൊണ്ട് നമ്മുടെ എത്രയോ മഹതിമാർ, എത്രയോ പെൺകുട്ടികൾ, സാത്വികരായ ചാരിത്രശുദ്ധിയുള്ള നല്ല മക്കള് കള്ളുകുടിയന്മാരുടെ അരികത്ത് വന്ന് പെട്ടുപോകുന്നില്ലേ? ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ ഓർത്തെങ്കിലും നിന്റെ കുടുംബിനെ ഓർത്തുകൊണ്ടെങ്കിലും ഹറാമ് നിർത്തേണ്ടവരാണ്. ഹറാമ് നിർത്തിയേ പറ്റൂ. ഇനിയെങ്കിലും അവനവന്റെ വായിലൂടെ പോകുന്ന ആ കഴിഞ്ഞു പോകുന്ന ഭക്ഷണമോ വെള്ളമോ ഹലാലല്ലെങ്കിൽ ഈ ശരീരം പോയി കിടക്കാൻ നല്ലത് നരകമാണ് എന്ന് സ്വയം മനസ്സിലാക്കി വെച്ചേക്കുക. അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഭാര്യമാർക്ക് ഇഷ്ടമാവില്ല എന്ന് കണ്ടപ്പോൾ ആ പാനീയം വേണ്ടെന്ന് വെച്ചു റസൂലുള്ളാഹി തങ്ങൾ. അതിനെയാണ് ഖുർആൻ ആയത്തിറക്കുന്നത്, യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക്. അല്ലാഹു ഹലാലാക്കിയത് എന്തിനാ നബിയെ അങ്ങ് ഹറാമാക്കുന്നത്? അത് അങ്ങേക്ക് ഹലാലാണല്ലോ എന്ന് അല്ലാഹു തിരുത്തി കൊടുക്കുകയായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്തിൽ സൂറത്തു തഹരീമിൽ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഇൻ തതൂബാ ഇലല്ലാഹ് ഫഖദ് സഗത് ഖുലൂബുകുമാ. ഇൻ തതൂബാ ഇലല്ലാഹി ഫഖദ് സഗത് ഖുലൂബുകുമാ. നബി തങ്ങളുടെ രണ്ട് ഭാര്യമാരോടാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ വിശുദ്ധ ഖുർആനിൽ വളരെ ഗൗരവമുള്ള ആയത്തുകളിലൊന്ന്. നബിയുടെ ഭാര്യമാരോട് പറയുന്നു, പെണ്ണുങ്ങളെ, നിങ്ങളുടെ ഹൃദയം ശുദ്ധമാവുകയും നിങ്ങൾ അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്. സൂറത്തു തഹരീമിലെ 4-ാമത്തെ ആയത്ത്, ഇൻ തതൂബാ ഇലല്ലാഹ് ഫഖദ് സഗത് ഖുലൂബുകുമാ വഇൻ തളാഹറാ അലൈഹി ഫഇന്നല്ലാഹ ഹുവ മൗലാഹു വജിബ്രീൽ വസാലിഹുൽ മുഅ്മിനീൻ വൽമലായികതു ബഅദ ദാലിക ളഹീർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ആരെ പറ്റിയാണ് ഖുർആനി പറയുന്നത് എനിക്കറിയില്ലായിരുന്നു. ഇൻ തതൂബാ, പെണ്ണുങ്ങളെ നിങ്ങൾ രണ്ടുപേരും അല്ലാഹുവിനോട് തൗബ ചെയ്യുകയും. ആരാണ് ഈ രണ്ട് പെണ്ണുങ്ങൾ? ഫഖദ് സഗത് ഖുലൂബുകുമാ, നിങ്ങളുടെ ഹൃദയങ്ങൾക്കുള്ളിൽ സംഭവിച്ചു പോയ ആ തെറ്റുകളെ തിരുത്തുകയും അതിനെ കഴുകിക്കളയുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത്. വഇൻ തളാഹറാ അലൈഹി, എന്റെ റസൂലിനെ വശംവദരാക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും തന്ത്രങ്ങൾ മിനയുകയാണെങ്കിൽ അത് നബി തങ്ങൾ അറിയില്ലെന്ന് വിചാരിക്കുന്നുണ്ടോ?
ഫഇന്നല്ലാഹ ഹുവ മൗലാ. ഹബീബിന്റെ മൗല അല്ലാഹുവാണ്, ഹബീബിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. മൗലാഹു, ഈ മൗല എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒന്ന് ഉടമസ്ഥൻ, ഒന്ന് നേതാവ്, ഒന്ന് ഖാദിം, ഒന്ന് ശൈഖ്, അങ്ങനെയൊക്കെ പല അർത്ഥങ്ങളിൽ വരുന്ന ഒരു വാക്കാണത്. ഇവിടെ ഹബീബായ നബി തങ്ങളുടെ മൗലയാണ് അല്ലാഹു. പിന്നെ വജിബ്രീൽ, ജിബ്രീലും വസ്വാലിഹുൽ മുഅ്മിനീൻ, അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങളായ അടിമകളും ഹബീബിന്റെ കൂടെയാണ്. വൽ മലായികതു ബഅദ ദാലിക ദഹീർ, അല്ലാഹുവിന്റെ എല്ലാ മാലാഖമാരും ഹബീബിന് സഹായികളായിട്ട് വരും. നിങ്ങളാരും നബി തങ്ങൾ ഇത് അറിയില്ലെന്ന് വിചാരിച്ച് ഹബീബായ നബി തങ്ങളെ എന്തെങ്കിലും കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട്, എന്തെങ്കിലും രസകരമായ എന്തെങ്കിലും തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ഹബീബിനെ പറ്റിക്കാമെന്ന് വിചാരിക്കണ്ട. അല്ലാഹും അവന്റെ മലക്കുകളും ജിബ്രീലും മുഅ്മിനീങ്ങളും ഹബീബിന്റെ കൂടെയുണ്ട് എന്ന ആയത്തിൽ ആരായിരുന്നു ഈ രണ്ട് പെണ്ണുങ്ങൾ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഞാൻ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോഴെല്ലാം ചോദിക്കണമെന്ന് ആഗ്രഹിക്കും, അമീറുൽ മുഅ്മിനീനെ, ആരാണ് ഈ രണ്ട് പെണ്ണുങ്ങൾ? നിങ്ങൾക്കറിയുമല്ലോ ആരായി ഈ രണ്ട് പെണ്ണുങ്ങൾ? അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് വന്ന കാലം, ഉമർ തങ്ങൾ അവസാനത്തെ ഹജ്ജ് ചെയ്ത സമയം, ഒരു വല്ലാത്ത അനുഭവമുള്ള ഹജ്ജാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വളരെ അത്ഭുതകരമായ ദുആ നടന്ന ഹജ്ജായിരുന്നു അത്. ഉമർ റളിയല്ലാഹു അൻഹു ജംറകൾ കിറയുന്ന സ്ഥലത്ത് ജംറകളുടെ അടുത്ത് വന്ന് മലർന്ന് കിടന്നുകൊണ്ട് ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ ഹാദാ ഉമർ, ഇത് ഉമറാണ് അല്ലാഹുവേ, റഖഅദുമി, എൻ്റെ എല്ലുകൾ ദുർബലമാണ്, വശാബ റഅസി, എൻ്റെ തല മുഴുവൻ നരച്ചുപോയി റബ്ബേ, വദനാ അജലി, എൻ്റെ മരണം അടുത്തു പോയിട്ടുണ്ട് റബ്ബേ. ഉമർ എന്നവർ വഫാത്താകുന്നതിന്റെ വളരെ തൊട്ടടുത്ത ദിവസങ്ങൾക്ക് മുമ്പാണിത്. ഇത് കഴിഞ്ഞ് 11 ദിവസം കഴിയുമ്പോൾ ഉമർ എന്നവർ ലോകത്തോട് വിട പറയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഖ്ബിദ്നി ഇലൈക ഗൈറ മഫ്തൂൻ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഷഹാദതൻ ഫീ സബീലിക വമൈതതൻ ഫീ ബലദി റസൂലിക. അത്ഭുതകരമായ ഒരു ദുആ ചെയ്തു. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഷഹാദതൻ ഫീ സബീലിക, നിന്റെ മാർഗത്തിലായി വഫാത്താകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അല്ലാഹുവേ. വമൈതതൻ ഫീ ബലദി റസൂലിക, നിന്റെ റസൂലിന്റെ നാട്ടിൽ വെച്ച് എനിക്ക് വഫാത്താകണം, മദീനയിൽ വെച്ച്. ഹഫ്സ ബീവി വന്ന് ചോദിച്ചു, എൻ്റെ ഉപ്പാ അമീറുൽ മുഅ്മിനീനെ, ഇതെന്ത് ദുആയാണ് നിങ്ങൾ ഈ ദുആ ഇറക്കുന്നത്? മദീനയിൽ വെച്ച് ഷഹീദാകണമെന്നോ? ഷഹീദാവണമെങ്കിൽ അലൈക ബിസ്സൂർ, രാജ്യത്തിന്റെ അതിർത്തികളിലേക്ക് പോകേണ്ടയോ? രാജ്യത്തിന്റെ ബോർഡറുകളിലേക്ക് പോകേണ്ടയോ? അവിടമല്ലേ യുദ്ധം നടക്കുന്നത്? അങ്ങേക്ക് മരിക്കണം, അള്ളാഹുവിന് വേണ്ടി മരിക്കണമെന്നും ഷഹീദാവണമെന്നും അത് മദീന എന്ന അള്ളാഹിന്റെ റസൂലിന്റെ ഹറമിൽ വെച്ചാവണമെന്നും ചോദിക്കുന്നത് രണ്ടും വൈരുദ്ധ്യമല്ലേ? നടക്കില്ലല്ലോ. മദീനയിൽ യുദ്ധം നടക്കാൻ പാടില്ലാത്ത സ്ഥലമല്ലേ? അവിടെ വെച്ച് ഷഹീദാവുകയോ? അതിന് ഉമർ എന്നവർ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ഹക്കദാ സഅൽതുല്ലാഹ്, എനിക്ക് അല്ലാഹുവിനോട് അങ്ങനെ ചോദിക്കാനാണ് തോന്നിയത്, ഞാനത് ചോദിച്ചു. ആ ചോദ്യത്തിന് ഉത്തരമാണ് ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്ന് സുബഹി നിസ്കാരത്തിന് ഇമാമ നിൽക്കുമ്പോൾ മിഹ്റാബിൽ നിൽക്കുന്ന ഉമർ എന്നവരുടെ വയറ്റത്ത് വന്ന് കുത്തുകയായിരുന്നു ഒരു അവിശ്വാസിയായ മജൂസിയായ മനുഷ്യൻ. ആ മനുഷ്യന്റെ കൈകളാൽ ഷഹാദത്ത് വരിച്ച ഉമർ എന്നവരെ മദീനയുടെ ബോർഡറിലേക്ക് പോകേണ്ടി വന്നില്ല. വമീതതൻ ഫീ ബലദി റസൂലിക, നിന്റെ റസൂലിന്റെ നാട്ടിൽ എനിക്ക് വഫാത്താകണം. പറഞ്ഞ പോലെ ദുആക്ക് അല്ലാഹു ഉത്തരം കൊടുത്ത് കിടക്കുന്ന മഹാനാണ്. ഹബീബിന്റെ റൗദയിൽ ഹുജ്റത്തു ശരീഫയിൽ ഹബീബിന്റെ കൂടെ കിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ മഹാനവറുകളോട് ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ചോദിച്ചു, അമീറുൽ മുഅ്മിനീനെ, ആരെ പറ്റിയാണ്? ഇൻ തതൂബാ ഇലല്ലാഹ് ഫഖദ് സഗത് ഖുലൂബുകുമാ,
നിങ്ങളുടെ ഹൃദയങ്ങളെ മലിനമാക്കുകയും അത് ശുദ്ധീകരിക്കുകയും ചെയ്ത് നന്നാവേണ്ടതുണ്ട്. പെണ്ണുങ്ങളെ, നിങ്ങൾ രണ്ടുപേരും തൗബ ചെയ്യണമെന്ന് അള്ളാഹു പറഞ്ഞ ഹബീബിന്റെ ഭാര്യമാരിൽ ആരെ പറ്റിയാണ് അള്ളാഹു നിങ്ങൾ രണ്ടുപേരെന്ന് പറഞ്ഞത്? അത് നിങ്ങൾക്കറിയുമല്ലോ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വൈഹക ഇബ്നുൽ അബ്ബാസ്, ഇബ്നു അബ്ബാസേ നിങ്ങൾക്കിതൊന്നും അറിയില്ലേ? എന്നിട്ട് ഉമർ എന്നവർ പറഞ്ഞു കൊടുത്തു, ആയിഷത്തു വഹഫ്സ, അത് ഹഫ്സ ബീവിയും എൻ്റെ മകൾ ഹഫ്സയും സിദ്ദീഖിന്റെ മകൾ ആയിഷ ബീവിയുമാണ്. അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ ചെയ്ത ചില കൊച്ചു നുറുങ്ങുകളെ അല്ലാഹു തിരുത്തുകയായിരുന്നു, ഒരു വലിയ തെറ്റു ചെയ്തതിന്റെ പേരിലല്ലാതെ. എന്തിനെന്നറിയോ? സ്വന്തം ഭർത്താവിന്റെ സ്നേഹം കിട്ടാൻ വേണ്ടി സഹോദരിമാരോട് സൂചിപ്പിക്കുകയാണ്. സഹോദരിമാരെ, ഒപ്പം എൻ്റെ സഹോദരന്മാരെ, കുടുംബജീവിതത്തിന്റെ ഒരു ഇമ്പവും സന്തോഷവും സ്നേഹം കൈമാറുമ്പോഴാണ്, പരസ്പരം സ്നേഹിക്കുമ്പോഴാണ്. ആ സ്നേഹം റോഡുകളിലും ക്യാമ്പസുകളിലും കൊടുത്തു പോരേണ്ടതല്ല, അത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യേണ്ടതല്ല, അത് അവനവന്റെ ഭാര്യയോട്, അവനവന്റെ ഭർത്താവിനോട്. ആ സ്നേഹം മുത്തുനബി തങ്ങൾ വളരെ ഇഷ്ടപ്പെടുകയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഭാര്യമാരെ കുറിച്ച് പറഞ്ഞതാണ്, ഖൈറുക്കും ലി അഹ്ലി, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടുകാരോട് പെരുമാറുന്ന പെരുമാറ്റങ്ങളിൽ വെച്ച് ഏറ്റവും നന്നായി സ്വന്തം കുടുംബത്തോട് പെരുമാറുന്ന ആളാണ് ഞാനെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. കല്യാണം കഴിഞ്ഞതിൽ പിന്നെ കോളേജിൽ പഠിക്കുന്ന കാലത്തുണ്ടായ പ്രേമബന്ധം അത് കുത്തിപ്പൊക്കല്ലേ മോളെ. വാട്സപ്പ് ഗ്രൂപ്പുകളെ, സ്കൂൾ പഠിക്കുന്ന കുട്ടികളുടെ ഗ്രൂപ്പുകളെ, കോളേജിലെ അലുമിനി ഗ്രൂപ്പുകളെ, അല്ലാത്തത് ഇങ്ങനെയൊക്കെ പലവിധ വാട്സപ്പ് ഗ്രൂപ്പുകൾ കടന്നു വന്നതിൽ പിന്നെ ഉണ്ടായ വലിയൊരു ദുരന്തം, എത്രയോ മരിച്ചുപോയിരുന്ന പ്രേമങ്ങളൊക്കെ പുനർജനിച്ചു എന്നതാണ്. കല്യാണം കഴിഞ്ഞു പോയ പെണ്ണിനോട് കല്യാണം കഴിച്ചവനെ പണ്ട് നമ്മൾ പ്രേമത്തിലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ആ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെയൊക്കെ ചെയ്യുന്ന ഹറാമിന്റെ കമ്മ്യൂണിക്കേഷനുകൾ അറിയണമേ, അള്ളാഹുവിന് ഇഷ്ടമല്ല. അള്ളാഹു അത് വെച്ചു പൊറുപ്പിക്കുകയില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഹബീബായ നബി തങ്ങൾ പറയുമായിരുന്നു, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവ് നാട്ടിലില്ലാത്ത സമയത്ത് തന്റെ ശരീരത്തെ സൂക്ഷിക്കുകയും തന്റെ അഭിമാനം സംരക്ഷിക്കുകയും ഭർത്താവിന്റെ സമ്പത്തിന് സുരക്ഷ നൽകുകയും മക്കളെ സുരക്ഷിതമായി വളർത്തുകയും ചെയ്യുകയാണെങ്കിൽ ആ പെണ്ണ് ചെയ്യുന്ന ത്യാഗം പട്ടാളക്കാർ ഒരു രാജ്യത്തിന്റെ ബോർഡർ കാക്കുന്ന അവരുടെ ത്യാഗം പോലെയാണ്, റിബാത്ത് പോലെയാണ്. അത്രയും ശ്രേഷ്ഠമായൊരു കർമ്മമാണ് അവനവന് സംരക്ഷണം നൽകുന്ന സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കുന്നത്. അത് പെണ്ണിങ്ങോട്ടും ആണ് അങ്ങോട്ടും അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അറിയുമോ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, ഹബീബായ നബി തങ്ങൾക്ക് മാംസം കൊണ്ടുവരപ്പെടുകയും അത് ഞങ്ങൾ പാകം ചെയ്യുകയും ചെയ്തിട്ട് ആ മാംസം ഞാനൊന്ന് കടിച്ചു വെച്ചാൽ എന്റെ പാത്രത്തിൽ നിന്ന് ഞാൻ എവിടെയാണോ വായ വെച്ച് കടിച്ചത് അവിടെ തന്നെ നോക്കി നബി തങ്ങൾ ആ മാംസം കടിക്കുമായിരുന്നു എന്നോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ. ആയിഷ ബീവി പറയാറുണ്ട് റളിയല്ലാഹു അൻഹ, എല്ലാ ഭാര്യമാരോടും അങ്ങനെ തന്നെ ബീവി പറയാറുണ്ട്. ഞാനൊരു കപ്പിൽ വെള്ളം കുടിച്ചു വെച്ചപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് നബി തങ്ങൾ ചോദിക്കുന്നു, ബീവി നിങ്ങൾ ഇവിടെ ചുണ്ട് വെച്ചുകൊണ്ടല്ലേ കുടിച്ചത് എന്ന് ചോദിക്കുകയും എന്റെ ചുണ്ടുകൾ എവിടെയാണോ വെച്ചത് അവിടെ നബി തങ്ങൾ ചുണ്ട് വെച്ച് ആ കപ്പിൽ നിന്ന് വെള്ളം കുടിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് യുവാക്കളെ, കല്യാണം കഴിഞ്ഞ 1-2 കൊല്ലത്തെ ഒരു അഭിനയ പ്രേമത്തിന്റെ അനുഭവമല്ല ഇത്. ഹബീബായ നബി തങ്ങൾ കല്യാണം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും 60 വയസ്സ് കഴിഞ്ഞ നബി തങ്ങൾ ലോകത്തോട് വിട പറയാൻ പോകുമ്പോഴും അവിടുത്തെ കുടുംബിനികളോട് സഹധർമ്മിണിമാരോട് അടങ്ങാത്ത സ്നേഹവും അവർക്ക് ബഹുമാനവും ആദരവും വകവെച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ആ നബിയിൽ നമുക്ക് മാതൃകയുണ്ട്. കല്യാണം കഴിഞ്ഞ് 1 വർഷമാകുമ്പോ ബൈക്കില്, പിന്നെ കാറില്, അത് കഴിഞ്ഞൊരു കുഞ്ഞായി കഴിഞ്ഞാൽ
അകന്നു തുടങ്ങി. 5 കൊല്ലം 10 കൊല്ലം കഴിയുമ്പോഴേക്കും ഭാര്യയെ പറ്റവെടിയുകയും അവളെ മൈൻഡ് ചെയ്യാതിരിക്കുകയും അവളോടുള്ള ഇഷ്ടം കുറഞ്ഞു വരികയും ആ ഇഷ്ടം മറ്റാർക്കെങ്കിലും നൽകുകയും ചെയ്യുന്ന ഹറാമുകളിലേക്ക് പോകുന്ന അവസ്ഥകളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എത്ര മനോഹരമാണ് ഹബീബിന്റെ ജീവിതം. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുമ്പോഴല്ലേ കുടുംബം എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹബീബായ നബിയുടെ കുടുംബം ഇങ്ങനെയൊക്കെ ആണെങ്കിലും അല്ലാഹുവിന്റെ ഭൂമിയിലെ ഏറ്റവും സന്തോഷമുള്ള വീടായിരുന്നു ഹബീബിന്റെ വീട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വീടിന്റെ ഉള്ളകം ഹസനുൽ ബസ്വരി തങ്ങൾ പറയുന്നുണ്ട്. ഇമാമുൽ മുഹദ്ദിസീൻ മഹാനായ ഹസനുൽ ബസ്വരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ഹബീബിന്റെ വീട്ടിൽ വന്ന് വളർന്നവരാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ നിന്ന് ഇൽമ പഠിച്ച മഹാനാണ് മഹാനായ ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു. ഉമ്മു സലമ ബീവിയുടെ സംരക്ഷണം കിട്ടിയ മഹാനാണ് മഹാനായ ഹസനുൽ ബസ്വരി തങ്ങൾ പറയും, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് ചെന്നു. ആ വീടിൽ ഞാൻ എന്റെ കൈപൊക്കി. അന്ന് എനിക്ക് 10-15 വയസ്സിൽ താഴെയാണ് പ്രായം. 15 വയസ്സിൽ താഴെയാണ് പ്രായം. ഞാൻ എന്റെ കൈപൊക്കിയപ്പോൾ ഹബീബിന്റെ വീടിന്റെ റൂഫ് എന്റെ കൈ കൊണ്ട് തൊടാൻ കഴിഞ്ഞിരുന്നു എന്ന്. അത്രയും സരളമായ ഒരു വീട്ടിലാണ് ഏറ്റവും വലിയ സന്തോഷം തളം കെട്ടി നിന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങളുടെ മേൽ സ്വലാത്തും വർദ്ധിപ്പിക്കുക. നമ്മുടെ ഈ ലോകത്തെയും പരലോകത്തെയും ജീവിതത്തിന് എന്തെല്ലാം അനിവാര്യമാണോ അത് മുഴുവൻ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന മഹിതമായ കുടുംബജീവിതത്തിന്റെ മാതൃകകൾ കാണിച്ച ഹബീബാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എഴുന്നേൽക്കാൻ പ്രയാസമില്ലാത്തവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നമ്മളൊരു 3 സ്വലാത്ത് ചൊല്ലിയിരിക്കാം. നമ്മുടെ സംഘാടകർ നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ ഒരു സഹായം നിങ്ങൾക്ക് സ്വതക്ക ചെയ്യാൻ ഒരു അവസരമായി നിങ്ങളെ സമീപിക്കുന്നുണ്ട്. കഴിവിന്റെ പരമാവധി എല്ലാവരും സഹായിക്കണം. അല്ലാഹു സ്വീകരിക്കട്ടെ. സ്വല്ലൂ അലൻ നബിയ്യി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. എല്ലാവരും കൊടുക്കുന്നില്ലേ? ഇൻഷാ അല്ലാഹ്. ഞാൻ അവരിങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ പോയിട്ടെങ്കിലും കൊടുക്കും ഇൻഷാ അല്ലാഹ്. നമ്മുടെ യതീംഖാനയും നമ്മുടെ സ്ഥാപനങ്ങളും ഈ സംരംഭങ്ങളും ഒക്കെ അല്ലാഹു വിജയത്തിലേക്ക് എത്തിക്കട്ടെ. ആമീൻ. എല്ലാവരും ഇരിക്കുക. ജസാക്കുമുല്ലാഹ് ഖൈർ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ താമസിച്ചിരുന്നത് അആലിൽ മദീന, മദീനയുടെ ഏറ്റവും ഉയരമുള്ള സ്ഥലത്തായിരുന്നു. മദീനയുടെ ഏറ്റവും ഉയരമുള്ള സ്ഥലത്തായിരുന്നു എൻ്റെ വീട്. ഫീ ദാരി ബനി ഉമയ്യത്ത് ബിൻ സയ്യിദ്, ബനു ഉമയ്യത്ത് ബിൻ സയ്യിദിന്റെ വീട്ടിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. ആര് പറയുന്നു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മുഹാജിറുകൾ വന്നപ്പോഴേ നിബിതങ്ങൾ പറഞ്ഞു, അൻസ്വാരികളെ, മദീനക്കാരെ, നിങ്ങൾ ഓരോ മുഹാജിറിനെയും സ്വീകരിക്കണേ. അങ്ങനെ ഉമർ എന്നവരെ സ്വീകരിച്ച ആള് കൊണ്ടുപോയത് മസ്ജിദുൻ നബവിയിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള ഒരു കുന്നിന് മുകളിലാണ്. അവിടെയായിരുന്നു ഉമർ എന്നവർ താമസിച്ചിരുന്നത് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ രസകരമായ ഹബീബിന്റെ കുടുംബജീവിതത്തിന്റെ ഒരു അനുഭവം പറയുകയാണ്. അപ്പോ എന്നും ഹബീബിന്റെ സദസ്സിലേക്ക് പോകാൻ എന്നെ കൊണ്ട് കഴിയാറില്ല. ഞാനും എൻ്റെ അൻസ്വാരിയായ കൂട്ടുകാരനും ഒരു നിബന്ധന വെച്ചു. ഞാൻ പറഞ്ഞു, ഒരു ദിവസം നിങ്ങൾ പോവാ, അന്ന് നിങ്ങളുടെ ആടുകളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. നിബിതങ്ങൾ എന്താ പറഞ്ഞു തരുന്നത് അത് നിങ്ങൾ പഠിച്ചിട്ട് പോരാ. അടുത്ത ദിവസം ഞാൻ പോകാം, ആടുകളെ നിങ്ങൾ നോക്കുക, നിബിതങ്ങൾ എന്ത് പഠിപ്പിക്കുന്നു അത് ഞാൻ എന്ത് ചെയ്യാം, തിരിച്ചു വന്ന് പറഞ്ഞു തരാം.
അങ്ങനെ രണ്ടുപേരും പരസ്പരം ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ഹബീബിന്റെ സദസ്സിലേക്ക് വരിക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഡെയിലി ഹബീബിന്റെ മസ്ജിദിലേക്ക് വരാൻ ആർക്ക് കഴിയാറില്ലായിരുന്നു? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് മദീന ജീവിതത്തിന്റെ ആദ്യകാലം, പിന്നെ മദീനത്തിന്റെ അടുത്തേക്ക് വീട് മാറുകയുണ്ടായി. ബനി ഉമയ്യത്ത് ബിൻ സെയ്ദിന്റെ കൂടെ ഉമർ റളിയല്ലാഹു അൻഹു താമസിക്കുന്ന ആ കാലത്തെ അനുഭവം പറയാം. അന്ന് ഷാമിന്റെ ഭാഗങ്ങളിൽ നിന്ന് റോമൻ സൈന്യം ഖസാസിനകൾ വന്ന് മദീനയെ ആക്രമിക്കുമെന്നൊരു റൂമർ പരന്നുകൊണ്ടിരിക്കുന്ന സമയം. ഒരു വലിയ ശക്തന്മാരാണ്, വലിയ സൈന്യമാണ്. ആയിരക്കണക്കിന് ആളുകൾ ജറാദ് വെട്ടുകിളികളെ പോലെ അങ്ങോട്ട് ഇറങ്ങിയാൽ മദീന നക്കിത്തുടച്ചു പോകാൻ അവർക്ക് എളുപ്പമാണ്. അത്ര വലിയ ഒരു സൈന്യം അറേബ്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഖസാസിനകളുടെ ഒരു സൈന്യമുണ്ട്. അവര് മദീനയെ ആക്രമിക്കും എന്ന ഒരു റൂമർ, അങ്ങനെ ഒരു വാർത്ത മദീനയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്റെ കൂട്ടുകാരൻ വന്നപ്പോ ഞാൻ ചോദിച്ചു, ഖസാസിനകളുടെ വല്ല വിവരമുണ്ടോ? അവർ വരുന്നുണ്ടോ? പറഞ്ഞില്ല. അൽഹംദുലില്ലാഹ്. 2 ദിവസം കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു. ഒരു ദിവസം എന്റെ അൻസ്വാരിയായ കൂട്ടുകാരൻ ഓടി വന്നുകൊണ്ട് എന്റെ വാതിൽക്കൽ മുട്ടി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ കൂട്ടുകാരൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉമറേ, അമീറുൽ മുഅ്മിനീൻ അല്ല, അന്ന് ഉമർ എന്നവർ അമീറുൽ മുഅ്മിനീൻ അല്ല, ഹബീബിന്റെ സ്വഹാബിയാണ്, ഭരണാധികാരിയായില്ല. ഉമറേ, ഹദസ അംറുൻ അദീം, ഒരു വലിയ അപകടം സംഭവിച്ചിട്ടുണ്ട്. ഉമർ എന്നവർ ഉടനെ ചോദിച്ചു, ഹൽ ജാഅത് ഖസാസിനകൾ വന്നോ? പറഞ്ഞു, ബൽ അഅ്ളമു മിൻ ദാലിക്, അതിനേക്കാളും ഗൗരവമുള്ള ഒരു വിഷയമാണ് നടന്നിരിക്കുന്നത്. ചോദിച്ചു, എന്തേ പറ്റിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഭാര്യമാരെ മുഴുവൻ ത്വലാഖ് ചൊല്ലിയിരിക്കുന്നു എന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. ത്വല്ലഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്വാജഹു കുല്ലഹുന്ന, നബി തങ്ങൾ ത്വലാഖ് ചൊല്ലിയിട്ടില്ലായിരുന്നു സത്യത്തിൽ, പക്ഷേ അങ്ങനെയാണ് ആളുകൾ മനസ്സിലാക്കിയത്. ഉമർ റളിയല്ലാഹു അൻഹു തലയിൽ കൈവച്ചുകൊണ്ട് പറയുന്നു, വല്ലാഹി ഖാബത് ഹഫ്സതു വഖസിറത്, എൻ്റെ ഹഫ്സക്ക് നഷ്ടമായല്ലോ, എൻ്റെ ഹഫ്സാക്ക് നാളെ റസൂലുള്ളാഹിന്റെ ഭാര്യയായി മഹ്ശറയിലേക്ക് വരാൻ കഴിയില്ലല്ലോ, എൻ്റെ ഹഫ്സക്ക് നഷ്ടമായല്ലോ. റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ എൻ്റെ ഉടുത്ത വസ്ത്രമെടുത്ത് ഓടുകയാണ് മദീനയിലേക്ക്, റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ തങ്ങൾക്കറിയുമായിരുന്നു ഹഫ്സ ബീബി റളിയല്ലാഹു അൻഹാ ഹബീബായ നബി തങ്ങളുടെ മറ്റു ഭാര്യമാരുടെ കൂടെ ജീവിക്കുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നബിയോട് കാണിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്, വല്ലാത്തൊരു സ്വാതന്ത്ര്യം കാണിക്കും ആയിഷ ബീവി. ആ ബീവി കാണിക്കുന്ന സ്വാതന്ത്ര്യം പോലെ ഹഫ്സ ബീവി കോപ്പിയടിക്കാറുണ്ട്. മഹാനായ ഉമർ എന്നവർ പറയും, ഹഫ്സ ലാ തഗുറന്നകി ഹബീബത്തു റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ ഇഷ്ടപ്പെട്ട ഭാര്യയാണ് ആയിഷ, അത് ഹബീബിന്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരന്റെ മോളാണ്. ആയിഷ ബീവി കാണിക്കുന്ന പോലെ ഹഫ്സ നീ കാണിക്കരുതേ. ഉമർ റളിയല്ലാഹു തആല അൻഹു മദീനയിൽ വന്നതിന് ശേഷം മക്കക്കാരി പെണ്ണുങ്ങൾക്കുണ്ടായ ഒരു മാറ്റം പറയാറുണ്ട്. മക്കയിൽ പുരുഷന്മാരാണ് പെണ്ണുങ്ങളെ ഭരിക്കുന്നതെങ്കിൽ മദീനയിൽ പെണ്ണുങ്ങളായിരുന്നു ഭർത്താക്കന്മാരെ ഭരിച്ചിരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മദീനയിലേക്ക് ഞങ്ങൾ വന്നപ്പോ ഞങ്ങളുടെ പെണ്ണുങ്ങൾ മദീനക്കാരി പെണ്ണുങ്ങളെ കണ്ടുപിടിച്ചു. മക്കക്കാരിയായ ഞങ്ങളുടെ പെണ്ണുങ്ങളാരും ഭർത്താവിന്റെ കാര്യം പറഞ്ഞാൽ മറുത്തൊരു വാക്ക് പറയാത്തവരാണ്. അവരോട് തട്ടുത്തരം പറയില്ല, വായടക്കി മറുപടി പറയില്ല. സൗമ്യമായി പെരുമാറുന്ന ഞങ്ങളുടെ മക്കക്കാരി പെണ്ണുങ്ങളായ ഭാര്യമാർ മദീനയിലെ അൻസ്വാരി പെണ്ണുങ്ങൾ കാണിക്കുന്നത് കണ്ടപ്പോ അവര് ഞങ്ങളോടും കയർത്ത് സംസാരിക്കാൻ തുടങ്ങി. ഞാനന്ന് എന്റെ ഭാര്യയോട് ഒരു കാര്യം പറഞ്ഞപ്പോ അവൾ എന്നോട് ചൂടാവാൻ തുടങ്ങി.
ഞാൻ ചോദിച്ചു, മാലക്കി, എന്തേ പെണ്ണേ നിനക്ക് പറ്റിയത്? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അതുറാജിഈനനി, നീ എന്താ ഞാൻ ഈ പറയുന്നതിനൊക്കെ തട്ടുത്തരം പറയുന്നത്? അപ്പോ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഉമറേ അൻത ഖൈറുൻ അം റസൂലുള്ളാഹ്, നിങ്ങളാണോ നല്ല ആള് അതല്ല റസൂലുള്ളായാണോ? പറഞ്ഞു റസൂലുള്ളായാണ്. എന്നാൽ അറിയണേ, വഅസ്വാജു റസൂലില്ലാഹി യുറാജിഉനഹു, ഹബീബിന്റെ ഭാര്യമാർ ഹബീബിനോട് മറുപടി പറയാറുണ്ടല്ലോ. ഉമർ എന്നവർ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, റബ്ബേ, എന്റെ മകൾ ഹഫ്സ അതിൽ പെട്ടുപോയിരിക്കുമോ? അന്ന് ഓടി വന്നൊരിക്കൽ പോയതാണ്. ഹഫ്സ ബീവി വിളിച്ചു, ഹഫ്സ, നിങ്ങൾ റസൂലുള്ളാഹിനോട് മറുപടി പറയാറുണ്ടോ? ഞങ്ങൾ പറയാറുണ്ട്. യാ ഹഫ്സ, ഹഫ്സ, അറിയണമേ, അറിയണമേ, ലൗ തല്ലഖകി റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലെങ്ങാനും നിങ്ങളോട് ഇഷ്ടമില്ലാതെ നിങ്ങളെ ത്വലാഖ് ചൊല്ലുകയാണെങ്കിൽ ഹഫ്സ, നിങ്ങളുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. റസൂലുള്ളാഹിനോട് മറുപടി പറയരുതേ മോളെ. റസൂലുള്ള പറയുന്നത് അങ്ങനെ നീ കേട്ടാൽ മതി. ആയിഷ ബീവി പറഞ്ഞേക്കും. ആയിഷ ബീവി ഹബീബായ നബിയുടെ 60 കൊല്ലത്തെ കൂട്ടുകാരന്റെ മോളാണ്, 60 കൊല്ലത്തെ സുഹൃത്തിന്റെ മോളാണ്. സ്കൂൾ പഠിക്കുന്ന കൂട്ടുകാരൻ, നമ്മൾ പറയില്ലേ സ്കൂൾ കാലം, മദ്രസയിൽ ഒരുമിച്ച് പഠിച്ചത്. അങ്ങനെയല്ല, 60 കൊല്ലത്തെ ഹബീബിന്റെ കൂട്ടുകാരനാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ആ ഹബീബിന്റെ മെഹബൂബായ കൂട്ടുകാരന്റെ ഹിബ്ബത്തായ മോളാണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവി ഹബീബിനോട് കൊഞ്ചിക്കുഴയുന്ന പോലെ, ഹഫ്സ, നീ നിൽക്കരുത് കേട്ടോ മോളെ, നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടമാകും. ആര് വന്നു പറഞ്ഞു കൊടുത്തു? അമ്മോശനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കല്യാണം കഴിഞ്ഞു പോയാൽ മക്കള് എന്ത് തോന്നിവാസം ചെയ്താലും ഇനിയിപ്പോ അവര് നോക്കട്ടെ, നമ്മള് സ്ത്രീധനം കാറൊക്കെ കൊടുത്ത് വിട്ടതല്ലേ, ഇനിയൊന്നും ഇടപെടാൻ എന്നെ കൊണ്ടാവില്ല എന്നൊരു ഒരു പെണ്ണിന്റെ ഉപ്പയും ഒരു അമ്മോശനും പറഞ്ഞു പോകരുത്, ഒരു രക്ഷിതാവും പറഞ്ഞു പോകരുത്. കുടുംബജീവിതങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അവിടെ ചെന്ന് ഇടപെടണം. ഉമർ എന്നവർ ഇടപെടുകയാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ ഹബീബിന്റെ ഭാര്യമാർ ഒരു കൊച്ചു സമരത്തിലായിരുന്നു. ആ സമരത്തിന്റെ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ ഒരു വിഷയമുണ്ട്, ഞാൻ ആവർത്തിക്കുകയല്ല. മറ്റൊന്നുമല്ല, ഉമ്മമാർ ചോദിച്ചത്, നമ്മുടെ ഉമ്മമാർ ഹബീബിന്റെ ഭാര്യമാർ അവരോട് ചോദിച്ചു, നബിയേ, എത്ര കാലമായി നബിയേ ഞങ്ങൾ പട്ടിണി കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര മാസങ്ങളായി നബിയേ? നമ്മുടെ വീടല്ലാത്ത എല്ലാ വീടുകളിലും ഭക്ഷണമുണ്ട്. അൻസ്വാരികളുടെ വീടുകളിലെല്ലാം ഉച്ചക്ക് ഭക്ഷണമുണ്ട്, വൈകുന്നേരം ഭക്ഷണമുണ്ട്, 2 നേരത്തെ ഭക്ഷണം. നമുക്ക് ഒരു നേരത്തെ ഒരൽപ്പം ഗോതമ്പ് പോലും ഇല്ലാതെ നബിയെ ഞങ്ങൾ വിശപ്പ് കൊണ്ട് സഹിച്ചു പൊറുതിമുട്ടി നബിയെ. ഇങ്ങനെ ജീവിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല, ഞങ്ങൾക്ക് റേഷൻ വേണം എന്ന് ഹബീബിനോട് ആവശ്യപ്പെട്ട ഒരു സമരമുണ്ടായിട്ടുണ്ട്. സമരമല്ല, ഹബീബിന്റെ ഭാര്യമാർ ഒത്തുകൂടിയിട്ട് അവര് ചോദിക്കുന്നത്, ഞങ്ങൾക്ക് 5 പവൻ വള വേണമെന്ന്, മാല വേണം എന്നല്ല, പാദസരം വാങ്ങിച്ചു തരണമെന്നല്ല, എന്നെ അവിടെ കൊണ്ടുപോകണം, ഇവിടെ കൊണ്ടുപോയി കറക്കണം, മൊബൈൽ വാങ്ങിച്ചു തരണം, ഇതൊന്നും അല്ല ചോദിക്കുന്നത്. എന്താണെന്നറിയോ? ഒരു നേരത്തെ ഭക്ഷണം വേണം നബിയെ. ഹബീബ് പട്ടിണിയാണ്, ഭാര്യമാരും പട്ടിണിയിലാണ്, കഴിയില്ല നബിയെ. ഇങ്ങനത്തെ ഒരു വീട് നമ്മുടെ നാട്ടിലുണ്ടോ? ഒരു വീട്. എത്ര പാവങ്ങളാണെങ്കിലും നമുക്ക് 1 രൂപക്കോ 2 രൂപക്കോ അരി വാങ്ങിക്കാൻ പറ്റുന്ന നാടല്ലേ ഇത്? അതൊക്കെ അല്ലാഹു ചെയ്ത വലിയൊരു നിഅമത്തല്ലേ? ആരുടെ കരങ്ങളിലൂടെ ആവട്ടെ, അതൊരു നിഅമത്തല്ലേ? അരിയോ ഗോതമ്പോ ഇല്ലാതെ മാസങ്ങൾ പട്ടിണി കിടന്നപ്പോ പറഞ്ഞു, നബിയെ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അതിനല്ലാഹു മറുപടി ഇറക്കിയ ഒരു ആയത്താണ് ഖുർആനിലെ ഏറ്റവും ഗൗരവമുള്ള ആയത്ത് എന്ന് മഹാന്മാർ പറയുന്നു. എന്താണെന്നറിയോ? പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ എന്ന് ത്വലാഖ് ചൊല്ലുകയും നിങ്ങൾക്ക് പകരം സ്വാലിഹീങ്ങളായ ഭാര്യമാരെ, സ്വാലിഹത്തുകളെ നബിക്ക് അല്ലാഹു കൊടുക്കുകയും ചെയ്യും. നബിയെ അവരോട് പറഞ്ഞേക്കുക, ഈ ലോകവും ഈ ലോകത്തിന്റെ ആർഭാടവുമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങളെ ഞാൻ നല്ല നിലക്ക് ഒഴിവാക്കി തരാം. അതല്ല, ആഖിറമാണ് വേണ്ടതെങ്കിൽ എന്റെ കൂടെ പട്ടിണി കിടക്കാൻ ഒരുക്കമാണോ, അവർക്ക് എന്റെ കൂടെ നിൽക്കാം.
ഈ ഒരു മറുപടി വന്നത് മണിമാളിക വേണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ പിന്നിലല്ല എന്നോർക്കണം. ആഭരണങ്ങൾ വേണമെന്ന് പറഞ്ഞതിന്റെ പേരിലെന്നറിയണം. തന്നെ ഒരിക്കലെങ്കിലും ഒരു വിസിറ്റിനെങ്കിലും ഗൾഫിലേക്ക് കൊണ്ടുപോയില്ലല്ലോ എന്ന പരാതിയിലല്ല ഈ പറയുന്നത്. ഒരു നേരത്തെ ഭക്ഷണം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് ഹബീബിനത് കൊടുക്കാൻ വയ്യ, തങ്ങളുടെ കയ്യിലില്ല, തങ്ങൾ പട്ടിണിയിലാണ്. ആ നേരത്തെ അല്ലാഹു ചോദിച്ച ചോദ്യമാണ് ഖുർആനിലെ അർവഉ ആയത്തിൻ ഫിൽ ഖുർആൻ. ഖുർആനിൽ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്ത് ഇതാണെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയാൻ. എന്താണ് ഈ പറയുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബി, എൻ്റെ നബിയേ. അല്ലാഹുവിന്റെ വിളി നോക്കൂ. ഖുൽ അസ്വാജിക, അങ്ങയുടെ ഭാര്യമാരോട് പറഞ്ഞേക്കുക നബിയേ, ഇൻ കുൻതുന്ന തുരിദിനൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ, ഈ ലോകവും ഈ ലോകത്തിന്റെ ആഡംബരങ്ങളുമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, ദുനിയാവിന്റെ ആഡംബരങ്ങൾ ഹബീബിന്റെ ഭാര്യമാര് ചോദിക്കോ? അവർ ചോദിച്ചിട്ടില്ല. പക്ഷെ അള്ളാന്റെ മറുപടി എങ്ങനെയാ വന്നത്? നമ്മളൊക്കെ എത്ര സുഖത്തിലാണ്, നമ്മളൊക്കെ എത്ര റാഹത്തിലാണ്. വാടകപ്പുരക്ക് കഴിയാണെങ്കിലും 2 നേരം 3 നേരം ഭക്ഷണം നമ്മൾ കഴിക്കുന്നില്ലേ? അതുമില്ലായിരുന്നു നമ്മുടെ ഹബീബിന്റെ വീട്ടിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരോട് ചോദിക്കുക നബിയെ, പേടിപ്പെടുത്തുന്ന ആയത്താണ്. ഇൻ കുൻതുന്ന തുരിദിനൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ, ഈ ലോകത്തിന്റെ ആർഭാടവും ഈ ദുനിയാവുമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, ഫതആലൈന ഉമത്തിഉകുന്ന വഉസർരിഹുകുന്ന സറാഹൻ ജമീലാ, നിങ്ങളെ ഞാൻ മാന്യമായി ത്വലാഖ് ചൊല്ലി ഒഴിവാക്കി തരാം. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ഞാൻ ഒഴിവാക്കി തരാം, വേറെ ഭർത്താക്കന്മാരുടെ കൂടെ ജീവിച്ചോളൂ. എന്നാൽ വഇൻ കുൻതുന്ന തുരിദിനല്ലാഹ വദ്ദാർ വറസൂലഹു വദ്ദാറുൽ ആഖിറ, നിങ്ങൾക്ക് അല്ലാഹുവും അവന്റെ റസൂലും പരലോകവുമാണ് വേണ്ടതെങ്കിൽ, ഫഇന്നല്ലാഹ അഅദ്ദ ലിൽ മുഹ്സിനാതി മിൻകുന്ന അജ്റൻ അദീമാ, അല്ലാഹു നിങ്ങളിലെ സച്ചരിതകളായ പെണ്ണുങ്ങൾക്ക് അല്ലാഹു മഹത്തായ പ്രതിഫലം നാളെ മഹ്ശറയിൽ കൊടുക്കാൻ ഒരുക്കമാണ്. സൂറത്തു തഹരീമിലൂടെ ആയത്തിറങ്ങി, അസാ റബ്ബുഹു ഇൻ ത്വല്ലഖകുന്ന അൻ യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻകുൻ مسلمات مؤمنات قانتات تائبات عابدات سائحات ثيبات وأبكارا. പെണ്ണുങ്ങളെ, നിങ്ങളെങ്ങാനും അല്ലാഹുവിന്റെ റസൂൽ ത്വലാഖ് ചൊല്ലുകയാണെങ്കിൽ നിങ്ങളെക്കാളും മുന്തിയവരെ എൻ്റെ റസൂലിന് ഞാൻ പകരക്കാരികളായി കൊടുക്കാൻ കഴിവുള്ളവനാണ് എന്ന് അല്ലാഹു പറഞ്ഞ ഒരു നേരം ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ കൂട്ടുകാരൻ, ഗുരുതരമായൊരു സംഭവം നടന്നു. അള്ളാന്റെ റസൂൽ അവിടുത്തെ ഭാര്യമാരെ ത്വലാഖ് ചൊല്ലി എന്ന് പറഞ്ഞപ്പോ ഞാൻ മദീനയിലേക്ക് ഓടിച്ചെന്നു. റബ്ബേ, എൻ്റെ മോൾ ഹഫ്സക്ക് നഷ്ടമായല്ലോ. ഖാബത് ഹഫ്സ വ ഖസിറത്, എൻ്റെ മോൾ ഹഫ്സക്ക് നഷ്ടമായല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഓടുകയാണ്. നബിയുടെ ഭാര്യമാർ ത്വലാഖ് ആവശ്യപ്പെട്ടിട്ടില്ല എന്നറിയണം. ഏതെങ്കിലും ഒരു പെണ്ണ് ശർഅ അംഗീകരിക്കുന്ന ഒരു കാരണമില്ലാതെ തന്റെ ഭർത്താവിനോട് നിങ്ങൾ എന്നെ ത്വലാഖ് ചൊല്ലി ഒഴിവാക്കി തന്നോളൂ എന്ന് പറയുകയാണെങ്കിൽ ഹറമല്ലാഹു അലൈഹൽ ജന്ന, ആ പെണ്ണിന് സ്വർഗം ഹറാമാണെന്ന് നാവ് കൊണ്ട് കളവ് പറയാത്ത മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കാമുകന്റെ കൂടെ പോകാനോ, താൻ ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കാനോ, താൻ ഇഷ്ടപ്പെടുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കാനോ നിങ്ങൾ എന്നെ ഒന്ന് ഒഴിവാക്കി തന്നാൽ മതി എന്ന് ഒരു പെണ്ണ് തന്നെ നിക്കാഹ് ചെയ്ത ഭർത്താവിനോട് ഒരു നേരം പറയുകയാണെങ്കിൽ
തൗബ ചെയ്യാതെയാണ് മരിക്കുന്നതെങ്കിൽ സ്വർഗം അവർക്ക് നിഷിദ്ധമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ത്വലാഖ് നടന്ന് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിസ്സാര വിഷയങ്ങൾക്ക് എത്ര കഷ്ടപ്പെട്ട് എത്ര ആയിരം ആളുകളുടെ ആമീനിന്റെ ഫലമായിരിക്കാം ഒരു പെൺകുട്ടിക്കൊരു ദാമ്പത്യ ജീവിതം അള്ളാഹു കൊടുക്കുന്നത്. ആ നിഅമത്തിന് നന്ദി ചെയ്യേണ്ടതിന്റെ പകരം നന്ദികേട് ചെയ്യുകയും വഞ്ചന ചെയ്യുകയും തന്റെ ഭർത്താവിനെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന എത്രയോ അനുഭവങ്ങൾ തിരിച്ചിങ്ങോട്ടും എത്രയോ കുടുംബിനികൾ വഴിയാധാരമായി പോകുന്ന വിധം ചെറുപ്പക്കാരുടെ ദുശ്ശീലം കൊണ്ട് പരസ്ത്രീ ബന്ധം കൊണ്ട് നാട്ടുകാരായ പെണ്ണുങ്ങളോട് മുഴുവനും വാട്സപ്പ് ബന്ധങ്ങളും ഫേസ്ബുക്ക് ബന്ധങ്ങളും ഇത് കാണുന്ന ഒരു പെണ്ണിന് സഹിക്കാൻ കഴിയോ? സൈനബ് ബിബി റളിയല്ലാഹു അൻഹയുടെ കൂടെ ആ വീട്ടിൽ തേൻ വെള്ളം കുടിക്കാൻ ഹബീബായ നബി തങ്ങൾ ഒരൽപ്പം നേരം ഏറെ ചെലവഴിച്ചതിന്റെ പേരിലാ ഹബീബിന്റെ ഭാര്യമാർക്ക് വിഷമമുണ്ടായത്. സ്വന്തം കുടുംബിനികളോടൊപ്പം ഭാര്യയോടൊപ്പം ഇരുന്നു കൊടുക്കേണ്ട സമയം ഫേസ്ബുക്കിൽ ഇരുന്നു കൊണ്ട് അവരുടെ മുഖത്തൊന്ന് നോക്കാതെയും ആ മക്കളോടൊന്ന് സംസാരിക്കാൻ നേരമില്ലാതെയും വാട്സപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന യുവാവേ, ചെറുപ്പക്കാരാ, ഭർത്താവേ, നിങ്ങൾ അറിയുന്നുണ്ടോ അല്ലാഹു നിങ്ങൾക്ക് ഇബാദത്തിനോളം പുണ്യമുണ്ട് എന്ന് പറഞ്ഞ ഒരു സൽക്കർമ്മമാണ് അവനവന്റെ ഭാര്യ മക്കളോടുകൂടെ ഇരിക്കുന്ന സമയം ചെലവഴിക്കുന്നത്. അതല്ലേ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? അതും ഹറാമിലൂടെ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഓടി വരികയാണ്. എൻ്റെ ഹഫ്സാക്ക് ജീവിതം നഷ്ടമായോ? എവിടെയാണ് റസൂലുള്ളാഹ്? എവിടെയാണ് ഹബീബായ നബിയുള്ളത്? അല്ലാഹുവിന്റെ റസൂലിനെ പള്ളിയിലേക്ക് ചെന്നു നോക്കി, ഹബീബിനെ കാണുന്നില്ല. ഹബീബായ നബിയുടെ വീട്ടിലേക്ക് ചെന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു. ആയിഷ ബീവിയും ഒരൽപ്പം ചൂടിലാണ്. ചെറുപ്പക്കാരിയായിരുന്നല്ലോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഹബീബ് ലോകത്തോട് വിട പറയുമ്പോൾ 18 വയസ്സാണ് ആയിഷ ബീവിക്ക്. അത് കഴിഞ്ഞ് 40 കൊല്ലം ഹബീബില്ലാതെ ജീവിച്ച് 60 വയസ്സ് കഴിഞ്ഞ് മരിച്ച മഹദിയാണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മയായ മഹദി. അവരെല്ലാം ലോക മുസ്ലിമീങ്ങളിൽപ്പെട്ട എല്ലാ മഹദിമാരെക്കാളും സ്ഥാനമുള്ളവരാണ്. എല്ലാ പെണ്ണുങ്ങളുടെയും ഉമ്മമാരും മഹദികളുമാണവര്. ആ മഹദികളായ ഉമ്മമാരാണ് നമ്മുടെ ഹബീബിന്റെ ഭാര്യമാർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് എവിടെയാണെന്ന് ചോദിച്ച് ആയിഷ ബീവിയോട് ചോദിക്കുന്നു, ആയിഷ അബലഗ ബികി മിനൽ അംരി അൻ ആദൈതി റസൂലല്ലാഹ്. ആയിഷ, നിങ്ങൾ കളിച്ച് എൻ്റെ ഹബീബിനെ വേദനിപ്പിച്ചല്ലേ, ഹബീബിനെ വേദനിപ്പിച്ചല്ലേ. ആയിഷ ബീവിക്ക് ചൂടായി. ബീവി പറഞ്ഞു, അലൈക ബിഐബതിക്. ഉമറേ, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെ. ഒന്നും പറഞ്ഞില്ല. ഹഫ്സ ബീവിയോട് ചെന്ന് ചോദിച്ചു, എന്റെ മോൾ ഹഫ്സ, ഹൽ ബലഗ മിൻ അംരികി അൻ ആദൈതി റസൂലല്ലാഹ്. എന്റെ റസൂലുള്ളാഹിന്റെ മനസ്സ് നീ വേദനിപ്പിച്ചോ മോളെ, ഹബീബിനെ വേദനിപ്പിച്ചോ എന്ന് ചോദിച്ചു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഹഫ്സ ബീവിയോട് പറഞ്ഞു, ഹഫ്സ, നിനക്കറിയില്ലയോ അള്ളാന്റെ റസൂലിനോട്, ഹബീബിനോട് എത്ര ബഹുമാനം എനിക്കുണ്ട്, എത്ര സ്നേഹം എനിക്കുണ്ട്. ആ ഹബീബ് നിന്നെ സ്നേഹിക്കണം, നിന്നെ ഇഷ്ടപ്പെടണം. എന്നാൽ ഹബീബ് നിന്നെ വെറുത്തിരിക്കുമോ എന്ന് എനിക്ക് പേടിയുണ്ട് ഹഫ്സ. അള്ളാന്റെ റസൂലെങ്ങാനും നിന്നെ ത്വലാഖ് ചൊല്ലുകയാണെങ്കിൽ മോളെ, നിന്റെ ദുന്യാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. അത് പറഞ്ഞപ്പോ കളി കാര്യമായിട്ടുണ്ട്. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ പൊട്ടിക്കരയാൻ തുടങ്ങി. വിധങ്ങൾ എവിടെയാണ് ഹബീബ്, എവിടെയാണ്? ഐന റസൂലുള്ളാഹ് എവിടെ മോളെ? നിന്റെ ഭർത്താവും എന്റെ സയ്യിദുമായ നമ്മുടെ റസൂൽ എവിടെയാണ്? ഹഫ്സ ബീവി പറഞ്ഞു, ഫീ മഖ്സനതിഹി. ഹബീബായ നബി തങ്ങൾ മഖ്സനത്തിലുണ്ട്, ഫീ മശ്റബതിഹി. ഹബീബായ നബിയുടെ വിസിറ്റർമാരായ ആളുകൾ, സന്ദർശകരിരിക്കുന്ന റൂമിൽ അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. തങ്ങൾ പറയുന്നു, ഞാൻ അങ്ങോട്ട് കയറി ചെന്നു. ആ വീടിന്റെ ഉള്ളിൽ ഉമർ എന്നവർ വിശദീകരിച്ച സംഭവം ഇന്നലെ മിനിഞ്ഞാന്നത്തെ പ്രഭാഷണത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ആവർത്തിക്കുകയല്ല.
ആ റൂമിലേക്ക് കയറിയിട്ട് ഹബീബായ നബി തങ്ങൾ ആ പായയിൽ ചാരി കിടക്കുന്നുണ്ട്. ഹബീബായ തങ്ങളുടെ ശരീരത്തിൽ ഒന്നാകെ പായയുടെ അടയാളം വെച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഉമർ എന്നവർ ആ പരിശുദ്ധമായ പൂമേനിയിലേക്ക് നോക്കിയിട്ട് കരയാൻ തുടങ്ങി. എന്റെ കണ്ണുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കണ്ണെന്ന് കണ്ണുനീര് വന്നു. എന്നെ കണ്ടപ്പോ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഹബീബായ നബി തങ്ങൾ. 29 ദിവസമായിട്ട് അവിടുത്തെ ഭാര്യമാരോട് മിണ്ടാതെ ഹബീബായ നബി സങ്കടത്തിലാണ്. 29 ദിവസമായി. 1 മാസം അവരെ വിട്ടു നിർത്തുകയാണെന്ന് ഹബീബായ നബി തങ്ങൾ തീരുമാനിച്ചിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ സങ്കടത്തിലാണ്. ആ മുഖത്ത് എന്തെന്നില്ലാത്ത മ്ലാനതയുണ്ട്, ദുഃഖമുണ്ട്, ഖിന്നനാണ് ഹബീബായ നബി തങ്ങൾ. ഉമറന്നവർ ഹബീബിന്റെ ശരീരത്തിൽ ഒരു അരമുണ്ട് വസ്ത്രമാണുള്ളത്, ഒരു തുണിയാണുള്ളത്. മേലെ ഒരു ബനിയനോ ഒരു കുപ്പായമോ ഇല്ലാതെ ഹബീബിന്റെ റൂമിൽ ഒറ്റക്ക് ഈത്തപ്പനയോല പായയിൽ കിടക്കുകയാണ്. ആ പരിശുദ്ധമായ പൂമേരിയിൽ ഹബീബിന്റെ ശരീരത്തിൽ പായയുടെ അടയാളങ്ങളുണ്ട്. ചോദിച്ചു മഹാനായ ഉമർ എന്നവരോട് റസൂലുള്ളാഹി തങ്ങൾ, മാ യുബ്കീക ഇബ്നുൽ ഖത്താബ്, ഖത്താബിന്റെ മകനെ നിങ്ങൾ എന്തിനാ കരയുന്നത്? ഹബീബിന്റെ കരച്ചിൽ മാറ്റാൻ വന്നതാ ഉമർ എന്നവര്. ഹബീബിനെ കണ്ടപ്പോൾ കരഞ്ഞുപോയി. ഉമർ എന്നവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ ദേഹത്ത് ഞാൻ പായയുടെ അടയാളം കാണുകയാണ് നബിയേ. വകിസ്റ വഖൈസർ ഫിസ്സുഹൂരി വല്ലസ്മാർ. നബിയേ, കിസ്റ കൈസർ രാജാക്കന്മാർ, ഇറാനിന്റെ ഖുസ്റുവും റോമിന്റെ സീസറും. ഇതാണ് കൈസർ. കിസ്റ എന്നത് ഖുസ്റുവാൻ. ഖുസ്റുവും സീസറുമെല്ലാം സുഖലോലുപരായി അല അസ്റത്തിൻ മിനൽ ദഹബ്, സ്വർണ്ണത്തിന്റെ കട്ടിലുകളിൽ കിടക്കുമ്പോൾ ഈ ഉണങ്ങിയ പായയിൽ ഒരു വിരിപ്പ് പോലും ഇല്ലാതെ കിടന്നതിന്റെ പേരിൽ പരുപരുത്ത ഈത്തപ്പന ഓലകളുടെ അടയാളം അങ്ങയുടെ ദേഹത്ത് വന്നുവിടുന്നത് കാണുമ്പോ അൻത റസൂലുള്ളാഹ് അൻത സഫവതു ഖൽഖില്ലാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂലല്ലയോ നബിയേ, അല്ലാഹുവിന്റെ സൃഷ്ടികളിലെ ഏറ്റവും ശ്രേഷ്ഠമായവരല്ലയോ, അങ്ങേക്ക് ഈ കഷ്ടപ്പാട് വേണോ നബിയേ? ഇത് കണ്ടിട്ട് സഹിക്കവയ്യാതെ ഞാൻ കരയുകയാണെന്ന് പറഞ്ഞപ്പോ ഉമർ തങ്ങളോട് നബി തങ്ങൾ ചോദിച്ച ചോദ്യം മറ്റൊരു റിവായത്തിൽ ഇങ്ങനെയാണ്, അഫിയ ശക്കുൻ ഇബ്നുൽ ഖത്താബ്, ഖത്താബിന്റെ മോനെ, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്നതിൽ നിങ്ങൾക്ക് സംശയമില്ലല്ലോ, നിങ്ങൾ സംശയിക്കേണ്ടതുണ്ടോ? ഉമറേ അമാ തർളാ അൻ തകൂന ലഹുമുദ് ദുനിയാ വലനൽ ആഖിറ. ഈ രാജാക്കന്മാർക്കൊക്കെ അല്ലാഹു ഈ ലോകത്തിന്റെ സൗഭാഗ്യങ്ങൾ നൽകുകയും നമുക്കല്ലാഹു പരലോകം നൽകുകയാണെങ്കിൽ അതല്ലേ ഉമറേ നമുക്ക് നല്ലത്? പരലോകമല്ലേ നമുക്ക് നല്ലത്? ഈ ദുനിയാവ് മരിച്ചാൽ തീരുന്ന ലോകമല്ലേ? എല്ലാം ഇട്ടേച്ചു പോകേണ്ട ലോകമല്ലേ? 3 കഫംപുടയല്ലാതെ എന്താ നമ്മൾ കൊണ്ടുപോകുന്നത്? ആ ഹബീബായ നബി തങ്ങളുടെ സംസാരം കഴിഞ്ഞ് ഉമർ മെല്ലെ ഹബീബിനെ ചിരിപ്പിക്കാൻ പോവുകയാണ്. നബിയേ, അങ്ങേക്കറിയുമോ, എന്റെ ഭാര്യ എന്നോട് കയർത്ത് സംസാരിച്ചു നബിയേ. കാര്യം എന്താണെന്നറിയോ? മദീനക്കാരി പെണ്ണുങ്ങൾ, അൻസ്വാരികളുടെ പെണ്ണുങ്ങൾ നമ്മളെ മദീനയിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഈ നാട്ടിലുള്ള പതിവ്, ഇവിടുത്തെ പെണ്ണുങ്ങളാണ് വീട് ഭരിക്കുന്നത്, പെണ്ണുങ്ങളാണ് ഭർത്താക്കന്മാരെ ഭരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലേ, അത് നമ്മുടെ പെണ്ണുങ്ങളും ഇച്ചിരി കണ്ടു പഠിച്ചു പോയി നബിയേ. ഞാനത് അനുഭവിക്കുകയാ നബിയെ, സഹിക്കുകയാണ്. എന്റെ പെണ്ണെന്നോട് മറുത്തു പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, അതുറാജിഈനനി, എന്നോട് നീ മറുത്തു പറയുകയോ? എന്റെ ഭാര്യ എന്ന മറുപടി എന്താണെന്നറിയോ നബിയേ? ഹബീബിന്റെ ഭാര്യമാര് നബി തങ്ങളോട് മറുത്തു പറയുന്നുണ്ടല്ലോ. പൊന്നാര നബിയെ, ഇത് മക്കത്തായിരുന്നെങ്കിൽ അവിടെ കരണത്ത് ഞാനൊരു അടി വെച്ച് കൊടുക്കുമായിരുന്നു നബിയെ. ഇത് പറഞ്ഞപ്പോ ഹബീബ് ചിരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മക്കയിലായിരുന്നെങ്കിൽ നമ്മൾ പുറത്തു കൊടുക്കില്ലായിരുന്നു നബിയെ. മദീനക്കാരി പെണ്ണുങ്ങളെ കണ്ട് പഠിച്ചു പോയതാണ്. സഹിക്കയല്ലാതെ എന്ത് ചെയ്യും നബിയെ? എന്റെ ഹബീബേ, അങ്ങയുടെ ഭാര്യമാരെ ത്വലാഖ് ചൊല്ലിയിട്ടുണ്ടോ നബിയേ?
അല്ലാഹുവിന്റെ ഹബീബ് മൗനിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ മൗനം, മുത്തനബി തങ്ങൾ ഒന്നും പറയുന്നില്ല. വീണ്ടും ചോദിച്ചു, നബിയേ അങ്ങയോട് ചോദിക്കുകയാണ്, ബി അബീ അൻത വ ഉമ്മീ യാ റസൂലല്ലാഹ്. ഹബീബായ നബിയേ എന്റെ ഉമ്മയും ബാപ്പയും മരിച്ചാൽ പോലും അങ്ങ് ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവനാണ് ഞാൻ. അത്വല്ലഖത നിസാഅക, അങ്ങയുടെ ഭാര്യമാരങ്ങ് ത്വലാഖ് ചൊല്ലിയോ നബിയേ? നബി ഞങ്ങൾ പറഞ്ഞു, ഇല്ല ഉമറേ, ഞാൻ ചൊല്ലിയിട്ടില്ല, ഞാൻ അവരെ ത്വലാഖ് ചൊല്ലിയിട്ടില്ല. പക്ഷേ അവരെന്നോട് ഒരു മാസക്കാലം ഒരു അകൽച്ച പാലിച്ചതിൽ പിന്നെ ഞാനും അവരോട് അകൽച്ചയിലാണ്. ഒരു മാസം ഞാൻ അവരുമായി ഇടപഴകുന്നില്ല. 29 ദിവസമായിരിക്കുകയാണ്. വിശുദ്ധമായ ഖുർആൻ ആയത്തിറക്കി കൊടുക്കുന്നു, ആയത്തിറക്കുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ 28, 29 ആയത്തുകൾ. അതാണ് നമ്മൾ നേരത്തെ ഓതിയത്. നബിയെ ഭാര്യമാരോട് പറഞ്ഞേക്കുക, നിങ്ങൾക്ക് ഈ ലോകം വേണോ, ഇതിന്റെ ആർഭാടം വേണോ, നിങ്ങളെ ഞാൻ ത്വലാഖ് ചൊല്ലിത്തരാം. ഇഷ്ടമുള്ളവന്റെ കൂടെ നിങ്ങൾ ജീവിച്ചോളൂ. അതല്ല എന്നെ വേണോ, അള്ളാനെ വേണോ, പരലോകം വേണോ, പട്ടിണിയാണെങ്കിൽ പട്ടിണി കിടന്ന് എന്റെ വീട്ടിൽ എന്റെ കൂടെ ജീവിക്കാൻ കഴിയുന്നവര് മാത്രം എന്റെ കൂടെ നിന്നാൽ മതി. അല്ലാഹുവിന്റെ റസൂൽ ആദ്യം വിളിക്കുന്നത് ആയിഷ ബീവിയെയാണ്. ആയിഷ ബീവി അരികത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ആയിഷ, ആയിഷ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ പോവുകയാണ്. ധൃതി പിടിച്ച് മറുപടി പറയരുത്. ബാപ്പയോട് ചോദിച്ചിട്ട് ഉമ്മയോട് ചോദിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. ചോദിച്ചു, എന്താ നബിയെ പ്രശ്നം? അല്ലാഹുവിന്റെ റസൂൽ ഈ ആയത്ത് അങ്ങ് ഓതി കൊടുത്തു. അള്ളാനെ വേണോ, റസൂലിനെ വേണോ, ആഖിറം വേണോ, അതല്ല ദുന്യാവ് വേണോ, ത്വലാഖ് തരാം. എന്നെ വേണോ, എന്റെ കൂടെ പട്ടിണി, ഞാൻ പട്ടിണിയാണെങ്കിൽ നിങ്ങളും പട്ടിണി. ഹബീബ് വയറ് നിറച്ച് തിന്നുകയും ഭാര്യമാരെ പട്ടിണി കിടുകയും ചെയ്യുകയല്ല. ഇന്നൊക്കെ അങ്ങനെയാണ്. ചെറുപ്പക്കാര് വയറ് നിറച്ച് റോഡ് സൈഡ് മുഴുവൻ ഭക്ഷണശാലകളാ. യാ അല്ലാഹ്, എല്ലായിടത്തും പല വെറൈറ്റി റെസ്റ്റോറന്റുകൾ, എല്ലായിടത്തും. സുബ്ഹാനല്ലാഹ്. മൈമൂൻ ഇബ്നു മിഹ്റാൻ തങ്ങൾ പറയും, മഹാനായ മൈമൂൻ ഇബ്നു മിഹ്റാൻ തങ്ങൾ പറയും, ഒരു കാലം വരുന്നു അന്ന് ആളുകളുടെ ആകെ ചിന്ത എവിടെയാ നല്ല ഭക്ഷണം കിട്ടുക, പിന്നെ അവനവന്റെ ജനനേന്ദ്രിയങ്ങളെ എങ്ങനെ സന്തോഷിപ്പിക്കാം. ഇത് രണ്ടും ചിന്തിക്കുന്ന ഒരു കാലം ഈ ഉമ്മത്തിന് വരാനുണ്ട്. ആകെ ചിന്ത അതായിരിക്കും, പ്രേമം, ഭക്ഷണം. ആകെ ചിന്ത ഇതാണ്. ഹമ്മുഹുമുൽ ബത്നു വൽ ഫർജ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നാട്ടിൽ നിന്നൊക്കെ വയറ് നിറച്ച് വഴിയിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ച് വന്ന് ഉമ്മ ഉണ്ടാക്കി വെച്ച വല്ല എന്താ മുരിങ്ങാത്താളിപ്പോ അല്ലെങ്കിൽ ഉണക്കത് പൊരിച്ചതോ, ഉമ്മ എനിക്കൊന്നും വേണ്ട. ഉമ്മ പഠിച്ചോനെ, ഈ മോൻ ഒരു പ്രാവർച്ചയാണല്ലോ ഈ രാത്രി കുറയാൻ പോകണമെന്ന് വിചാരിച്ച് നിർബന്ധിച്ചു കൊടുത്ത് വല്ലാണ്ട് നിർബന്ധിക്കുമ്പോ ഞാനിപ്പോ 5 പൊറോട്ട കഴിച്ചു വരികയാണ്. സുബ്ഹാനല്ലാഹ്. വീട്ടുകാർക്കില്ല, ഇവൻ വയറ് നിറച്ച് അടിച്ചു മാറിയിട്ടാ വരുന്നത്. ഈ സ്വഭാവം നമ്മുടെ നബി തങ്ങൾക്കില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് എന്തുണ്ടോ അത് വീട്ടുകാർക്ക് കൊണ്ടുപോയി കൊടുക്കും. ഹബീബ് വീട്ടുകാരുടെ കൂടെയാണ്. ഹബീബിന് പട്ടിണിയാണ്, അതുകൊണ്ട് അവരും പട്ടിണിയാണ്. അത്രയേ ഉള്ളൂ. അവരെ പട്ടിണി കിട്ടതല്ല, തെറ്റിദ്ധരിക്കരുത്. ഹബീബിന് പൈസ ഇല്ല, ഹബീബിന്റെ കയ്യിൽ സമ്പാദ്യമില്ല. അപ്പൊ പിന്നെ അങ്ങനെ അത് സഹിക്കാൻ പറ്റുമെന്ന ചോദ്യം ആയിഷ ബീവിയോട് ചോദിച്ചു. യാ ആയിഷ, എന്റെ ആയിഷ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്റെ കൂടെ നിൽക്കണോ? നമ്മൾ ആലോചിക്കും, ഒരു 18 വയസ്സുള്ള ഒരു പെൺകുട്ടി പട്ടിണിയുള്ള ഒരു വീട്ടിൽ ജീവിച്ചു പോലും. പട്ടിണി എന്ന് പറഞ്ഞ പട്ടിണി നമ്മൾ വെറുതെ അലങ്കാരം പറയുന്ന പട്ടിണിയല്ല, ശരിക്കും തിന്നാനില്ല. എന്നാ പിന്നെ ചക്കയും മാങ്ങ ഉണ്ടാവും, അതുമില്ല. വെറും പിന്നെ എന്താ ഉള്ളത്? ആകെ വെള്ളവും ഉണങ്ങിയ ഇച്ചിരി കാരക്കയും, അത് തിന്നിട്ട് ജീവൻ നിലനിർത്തുക. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് നബി തങ്ങൾ സൂറത്തുൽ അഹ്സാബിലെ ഈ ആയത്ത് ഓതി കൊടുത്തപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, റസൂലേ, ഇതിലാണോ, ഈ വിഷയത്തിലാണോ അള്ളാന്റെ റസൂല് വേണോ, അല്ല വേണോ എന്ന വിഷയത്തിലാണോ എന്റെ ഉപ്പയോട് ഞാൻ ചർച്ച ചെയ്യേണ്ടത്? അത് അവരോട് ചോദിക്കാതെ എനിക്ക് മറുപടി തരാൻ കഴിയും നബിയേ. ഇന്നി ഇഖ്തർതുല്ലാഹ വറസൂലഹു വദ്ദാറുൽ ആഖിറ. എനിക്ക് അല്ലാഹു മതി, അവന്റെ റസൂല് മതി, പരലോകം മതി നബിയേ. ഞാൻ പട്ടിണി കിടക്കാൻ ഒരുക്കമാണ് പറഞ്ഞു. പൊന്നാര നബിയെ, അങ്ങ് ഇതേ ചോദ്യം ഇനി 8 ആളോടും കൂടെ ചോദിക്കാൻ പോവാ.
ഞാൻ ഇതാ മറുപടി പറഞ്ഞത്, ദയവ് ചെയ്ത് അവരോട് പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. എന്തിനാണെന്നറിയോ? നബിനെ ഒറ്റക്ക് കിട്ടാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രക്ക് നബിയോട് ഇഷ്ടമായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഇന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്ന കുറെ എന്താ പറയാ, ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇരിക്കുന്ന കുറെ യോദ്ധാക്കളുണ്ട്. ആയിഷ ബീവി, ചെറുപ്പക്കാരിയായ ബീവിയെ നബി കല്യാണം കഴിച്ചത് വലിയ തെറ്റായി പോയി എന്നാ ഓല് കണ്ടെത്തിയത്. ആയിഷ ബീവിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പൊന്നു സഹോദര, ബീവിക്ക് അതിൽ അഭിമാനമായി. എന്തിനാ നീ ടെൻഷൻ അടിക്കണത്? ഇന്നിപ്പോൾ ആരോ ഒരാൾ കഥ പറഞ്ഞു, ഇങ്ങനെ ഒരാളെ പേഴ്സ് പോയിട്ട് ബസ് നാരൊക്കെ ഒച്ചപ്പാടും ബഹളമൊക്കെ. അതാ പേഴ്സ് പോയി, നമുക്ക് വണ്ടി നിർത്തണം സ്റ്റേഷനിൽ. അപ്പോൾ പേഴ്സ് പോയ ആൾ പറഞ്ഞു, പൊന്നാര ചങ്ങായിമാരെ, എൻ്റെ പേഴ്സിൽ ഒന്നുമില്ല, എനിക്കൊരു പരാതിയില്ല, പിന്നെ എന്തിനാ നിങ്ങൾ ഈ പരാതിപ്പെടുന്നത്? സുബ്ഹാനല്ലാഹ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സന്തുഷ്ടയാണ്. അതുകൊണ്ട് പറയാ, നബിയെ ഞാൻ അങ്ങയെ തെരഞ്ഞെടുത്തു എന്ന് മിണ്ടണ്ടട്ടോ, ബാക്കിയുള്ളവരൊക്കെ എന്തോ പറഞ്ഞോട്ടെ, അതിൽ പോകുന്നവരൊക്കെ പുറത്തു പോയിക്കോട്ടെ, എനിക്ക് അങ്ങയുടെ കൂടെ നിൽക്കാലോ. ആ ഒരു ആഗ്രഹത്തിൽ ബീവി പറഞ്ഞ മറുപടിയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഈ പറഞ്ഞത് ആരോടും പറയരുത് കേട്ടോ എന്ന് റസൂലുള്ളാഹി തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഈ സംഭവം നടന്നിരിക്കെയാണ് ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്.